പ്രൈസ് ലോർഡ്. സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. നമ്മുടെ ഇസ്രായേലിലെ ചരിത്രം, ഭാവി, ഇതൊക്കെ പഠിക്കുന്ന പഠന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടന്നു വരികയാണ്. റോയ് പാസ്റ്ററോടൊപ്പം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ അനേക പാഠങ്ങൾ പഠിച്ചു. ഇന്നും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകർ ഈ ഒരു പഠന പരമ്പരയോട് കാണിച്ച താല്പര്യം, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി എൻകറേജിങ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു പരമ്പരയുടെ അവസാനത്തെ ഒരു എപ്പിസോഡാണ് ചെയ്യുന്നത്. അതായത് ഇസ്രായേലിലെ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ പഠിച്ചു. ഇനിയും ഭാവിയിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ രാജ്യസ്ഥാപനം എന്ന് പറയുമ്പോൾ വിശാല ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുന്നത്, ഇത്യാദി കാര്യങ്ങൾ അവരുടെ സ്വപ്നമാണത്, അവരുടെ വാഗ്ദത്തമാണത്. അത് എങ്ങനെ നിറവേറുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ചർച്ച ഭാവികാല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എസ്കറ്റോളജിയാണ്. വളരെ നമുക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കാം. റോയ് പാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററെ വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ പാസ്റ്റർ ഒരു മിനിറ്റ്, ഞാൻ പാസ്റ്റർ ഓഡിയോ ഒന്ന് ഓൺ ചെയ്തോട്ടെ. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ രണ്ടുപേരും തിരക്കായിപ്പോയി. പല സമയം നമ്മൾ സെറ്റ് ചെയ്തെങ്കിലും അങ്ങനെയല്ല, ഇതൊരു ഫൈനൽ സെഷനാണ് അല്ലേ പാസ്റ്ററെ? ഞാൻ പറയായിരുന്നു, കഴിഞ്ഞ 16 എപ്പിസോഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റി. അതൊരു അനുഗ്രഹമായി തീർന്നു. റോയ് പാസ്റ്ററുമായിട്ട് ഇനിയും നമ്മൾ ചില സെഷൻസ് വരാനുണ്ട്. ഇതൊരു നമുക്ക് ഒരു വലിയ എൻകറേജിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ആസാദി ടി വിയിലൂടെ ഇങ്ങനെയുള്ള പല പഠന പരമ്പരകൾ ഇനിയും കൊണ്ടുവരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അത് പ്രേക്ഷകർക്ക് അത് വളരെ അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. റോയ് പാസ്റ്ററും ഞാനും മറ്റൊരു സെഷനിൽ അധികം താമസിക്കാതെ കടന്നു വരും. എന്നാൽ അതിനു മുമ്പ് തന്നെ മറ്റു ചില ദൈവദാസന്മാരും നമ്മളോട് എഗ്രി ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമാകുന്ന ടോപ്പിക്കുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണെന്ന്. അപ്പോൾ നമ്മൾ തുടങ്ങിയല്ലേ പാസ്റ്റർ? നമ്മൾ രണ്ടുപേരോട് തുടങ്ങി. ഇനി അനേക ടോപ്പിക്കുകൾ വരട്ടെ. അനുഗ്രഹമാകട്ടെ. ദൈവരാജ്യത്തിന് അതൊരു കോൺട്രിബ്യൂഷൻ ആകട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം. സുഖമായിട്ടിരിക്കുന്ന പാസ്റ്ററെ? ദൈവകൃപയാൽ സന്തോഷമായിട്ട് പോകുന്നു പാസ്റ്ററെ. ദൈവകൃപയാൽ സന്തോഷമായിട്ട് പോകുന്നു. നമ്മൾ ഒരുമിച്ച് ചെയ്ത ഈ ഇസ്രായേലിന്റെ ചരിത്രം എന്നുള്ള വിഷയം എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു പാസ്റ്ററെ. പല സ്ഥലത്ത് എൻ്റെ ചർച്ച് ഞാൻ ബാംഗ്ലൂരിൽ തുടങ്ങുന്നത് ഏകദേശം 1 വർഷമായ ഒരു ചർച്ച. ആ ചർച്ചിലെ ഒരു ബിലീവർ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആന്റി വരാൻ കാരണമായി തീർന്നത് ആസാദി ചാനല. ഞാനൊരു ഫ്യൂണറൽ സർവീസിന് ചെന്നപ്പം ഒരു ആന്റി അവിടെ വെച്ച് പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞു, ആസാദി ചാനലിനകത്ത് പാസ്റ്ററും പിന്നി പാസ്റ്ററും കൂടെ അല്ലേ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആന്റി സംസാരിക്കുകയും ആന്റി ചർച്ചുമായിട്ട് ചേർന്ന് കണക്ട് ആവുകയും ഒക്കെ ചെയ്തു. ഇന്ന് ആന്റി ഞങ്ങളുടെ ചർച്ചിന് വലിയൊരു അനുഗ്രഹമാണ്. സോ ആസാദി ചാനലിന്റെ ഈ പ്രോഗ്രാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ് ആയിരുന്നു ഫെന്നി പാസ്റ്ററെ. പ്രത്യേകിച്ച് ഒത്തിരി പ്രേക്ഷകർ ഇത് കാണുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ കാണാനിടയായി. തീർച്ചയായും ഒരു വലിയൊരു സന്തോഷമായിരുന്നു. ദൈവഹിതമാണെങ്കിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം. എനിവേ, ആസാദി ചാനലിലുള്ള എല്ലാ പ്രേക്ഷകരെയും ഫെന്നി പാസ്റ്ററോടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുക. ഇത്രയും എപ്പിസോഡുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റി. തുടർന്നും കർത്താവ് സഹായിക്കട്ടെ പാസ്റ്ററെ. സോ കർത്താവിന് മഹത്വം. ഞങ്ങൾ പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അനേക ചരിത്രങ്ങൾ ദൈവമക്കളോട് കൂടെ പറയാനിടയായി. ഇന്ന് അതിന്റെ എനിക്കൊന്ന് 17ാമത്തെയോ എപ്പിസോഡാണെന്ന്, 16ഓ 17ാമത്തെ എപ്പിസോഡ് ഇസ്രായേലിന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട. ദൈവമക്കൾ എല്ലാവരും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം യേശു കർത്താവ് ആ കൾച്ചറിൽ നിന്നുകൊണ്ട്, ആ സംസ്കാരത്തിലും ആ ലാംഗ്വേജിലും അവരുടെ സിസ്റ്റങ്ങളിൽ കൂടെയാണ് പല കാര്യങ്ങൾ യേശു കർത്താവ് സംസാരിച്ചത്. കാരണം യഹൂദന്മാരോട് കൂടെ ആയിരുന്നല്ലോ യേശുവിന്റെ പല ഇടപാടുകളും ഇടപെടലുകളും. കർത്താവിന്റെ വരവിനെ കുറിച്ചും നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അതാ. കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ യേശു കർത്താവ് ചില വാക്കുകൾ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ചിന്തകളിലേക്ക് ഒരു തുടക്കമിടുക. കാരണം യഹൂദന്മാരുടെ കൾച്ചറുകൾക്ക് എത്ര പ്രാധാന്യത ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഞാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. എൻ്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയെടുത്ത്
വന്ന് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വേഗത്തിൽ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഇത് യേശു പറയുമ്പോൾ മറ്റൊരു വാക്കും കൂടെ ഉണ്ട്. പുത്രൻ വരുന്ന നാഴിക പിതാവല്ലാതെ ആരും അറിയുന്നില്ല. അപ്പൊ എന്ത് പറ്റും? ഈ ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ടായിരിക്കും ഇതിനെക്കുറിച്ച്, ബൈബിളിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും അറിയാൻ വയ്യാത്തവർ പറയുന്നത് യേശു കർത്താവ് ഒരു കൊച്ചു ദൈവമാ, പിതാവാം ദൈവത്തിന് മാത്രമേ നാഴിക അറിയത്തുള്ളൂ, പുത്രന് പോലും അറിയത്തില്ലെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശു കർത്താവ് ഒരു ദൈവമല്ല, ദൈവമായിരുന്നെങ്കിൽ സകലവും അറിയത്തില്ലായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ നേരെ ക്രിസ്ത്യൻ ദൈവം അല്ലെങ്കിൽ ദൈവമക്കൾക്ക് നേരെ ഒത്തിരി ചോദ്യശരങ്ങൾ വരാം. പക്ഷെ യഥാർത്ഥത്തിൽ എവിടെയാ പ്രശ്നം എന്നറിയാമോ? യേശു പറഞ്ഞ ആ സിസ്റ്റം അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. യേശു കർത്താവ് പറഞ്ഞ വേർഡ് ഒരു കല്യാണത്തിന്റെ സിസ്റ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സിസ്റ്റമാണ് യഹൂദന്മാരുടെ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന, അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് പറയുന്നത്, എന്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കിയെടുത്ത് നിങ്ങളെ വന്ന് ഇരുത്തേണ്ടതിന് ഞാൻ വേഗത്തിൽ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അത് യഹൂദന്മാരുടെ കല്യാണത്തിന്റെ സിസ്റ്റം. എനിവേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെങ്കിൽ യഹൂദന്മാരുടെ കൾച്ചർ, ദൈവവചനം നമുക്ക് ആഴത്തിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വിശദീകരിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ കൂടെയോ ബാംഗ്ലൂർ കൾച്ചറിൽ കൂടെയോ കേരള കൾച്ചറിൽ കൂടെയോ അല്ലെ ലോകത്തിലെ ഏത് കൾച്ചറിൽ കൂടെയോ ഒക്കെ വിശദീകരിക്കാൻ നോക്കിയാലും ഇവിടെ മുറുക്കുമ്പോൾ അവിടെ ആയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പ്രശ്നം വരും. ഏറ്റവും ഉചിതം ദൈവവചനം പഠിക്കുമ്പോൾ ദൈവവചനം ഏത് കാലഘട്ടത്തിലും ഏത് കൾച്ചറിൽ കൂടെ ആർക്കെഴുതി, അതിന്റെ ടെക്സ്റ്റ് പഠിക്കുന്നതിന് മുമ്പേ അതിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കണം എന്ന് പറയുന്ന പോലെ ദൈവവചനം നല്ലതായിട്ട് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും വളരെ ഉചിതമാണ്. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കർത്താവിന്റെ മടങ്ങിവരവിന് മുമ്പേ മടങ്ങിവരവിന്റെ ആ കാലഘട്ടങ്ങളിൽ നടക്കുന്ന വിശാല ഇസ്രയേൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക്, അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് മുമ്പേ, മധ്യാകാശത്തിലെ വരവല്ല, അതിന് മുമ്പേ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവവചനത്തിന്റെ അകത്തൂടെ യഹൂദന്മാരുടെ കൾച്ചറുകൾ പഠിക്കണം. ദൈവവചനം ആഴമേറിയ അതിന്റെ കോണ്ടെക്സ്റ്റിൽ പഠിച്ചെങ്കിൽ മാത്രമേ വിശദീകരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പാസ്റ്റർ എന്തോ എന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞ അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. കാരണം കൾച്ചർ ആൻഡ് മാനേഴ്സ്, യഹൂദന്മാരുടെ കൾച്ചർ ആൻഡ് മാനേഴ്സ് പഠിക്കേണ്ട സബ്ജക്റ്റാണ്. നമ്മളൊക്കെ വേദപുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കും. അതിൻ്റെ കാരണം വേദപുസ്തകത്തിലെ പല പ്രയോഗങ്ങളും അവരുടെ ആ എക്സിസ്റ്റിംഗ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞില്ലേ, വിവാഹം എന്ന് പറയുന്ന യഹൂദന്മാരുടെ വിവാഹത്തിന് ഉള്ള ചടങ്ങുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അതെല്ലാം ചർച്ചും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, വിവാഹം, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷേ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3 പാഠഭേദം എഴുതിയിട്ടുണ്ട്. പാഠഭേദം ഞാൻ പറഞ്ഞതല്ല, അതായത് എനിക്ക് തോന്നുന്നു ഒരു 2018 തോന്നുന്നു 3 പാഠഭേദം ഞാൻ ഈ സബ്ജക്റ്റ് 2017 ജൂലൈ മാസത്തിൽ 3 പാഠഭേദം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ്. അത് പ്രേക്ഷകർക്ക് പ്രയോജനപ്പെടും. ഞാനതിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണ് അത് എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ താഴെ കൊടുക്കാം. കൃത്യമായിട്ടും കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച്, കർത്താവിൻ്റെ രഹസ്യവരവിനെക്കുറിച്ച്, റാപ്ചർ എന്ന് നമ്മൾ പറയുന്ന രഹസ്യവരവിനെക്കുറിച്ച്, എന്തുകൊണ്ട് രഹസ്യവരവിൽ ഞാൻ വിശ്വസിക്കുന്നു, പിന്നെ സഭ മഹോദ്രവത്തിലൂടെ കടന്നു പോകുമോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതിന് 7 കാരണങ്ങൾ, ഈ 3 പാഠഭേദത്തിൽ ഞാനതാണ് ചെയ്തിരിക്കുന്നത്. പിന്നൊരു പ്രശ്നം എന്താണെന്നറിയാം പാസ്റ്റർ, ഇപ്പം ഞാൻ അനുഭവിക്കുന്നൊരു കാര്യമായി കുറച്ച് ദിവസങ്ങളായിട്ട്, ഈ ഓരോ ആളിനും അവരുടെ ഒരു സ്വന്തം ഡോക്ടറിനുണ്ട്. നമ്മൾ പറയും റാപ്ചറിനെ കുറിച്ച്, രഹസ്യവരവിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരു 2-3 പേരുണ്ട്, ഒത്തിരി പേരൊന്നുമല്ല കേട്ടോ. അവർ വിളിച്ചിട്ട് നമ്മളോട് പറയും, നീ മഹാദുരുപദേശമാണ് പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ വയ്യ. കാരണം ഞാൻ പിടിച്ച മുയലിന് ഇത്ര കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കണം, പിടിവാശിക്കാരാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. രസകരമോ പാസ്റ്ററെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ പലരും കോൾ ചെയ്തു. ഞാൻ ചെയ്യുന്ന പല വീഡിയോകളും ദുരുപദേശങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു വീഡിയോ തുടങ്ങിയിട്ടുണ്ട്, ബാക്ക് ടു ബൈബിൾ എന്ന പേരിൽ. അപ്പം അതിനകത്ത് ഉപദേശ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, കാരണം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതല്ല നമ്മൾ പഠിപ്പിക്കുന്നത്.
അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഇതാണോ ശരി അതാണോ ശരി എന്ന് ചിന്തിക്കാനൊരു അവകാശം കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഈ റാപ്ചറൊക്കെ പറയുമ്പോൾ റാപ്ചർ ഇല്ലെന്ന് പോലും വിശ്വസിക്കുന്നവർ ഇന്ന് കേരളത്തിലുണ്ട്. പൊതുവെ 3 ചിന്താഗതിയായിരുന്നു പണ്ടുണ്ടായിരുന്നു, ഇന്ന് പക്ഷേ 4 ഉണ്ട്. പൊതുവെ 3 ചിന്താഗതി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് മഹോദ്രവത്തിന് മുമ്പേ, ഉപദ്രവം അല്ലേ, മഹോദ്രവം എന്ന് നമ്മൾ പറയും, ഗ്രേറ്റ് ട്രിബുലേഷന് മുമ്പ് തന്നെ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. രണ്ടാമത്തെ ഒരു ചിന്താഗതി മിഡ് ട്രിബുലേഷൻ റാപ്ചർ എന്നാണ്. അതായത് 7 വർഷത്തെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ ആദ്യത്തെ 1260 ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മിഡ് ടൈമിൽ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. അതാണ് മിഡ് ട്രിബുലേഷൻ റാപ്ചർ. മൂന്നാമത്തെ ഒരു ചിന്താഗതി, അതായത് പ്രീ മില്ലേനിയം റാപ്ചർ അല്ലെങ്കിൽ പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ എന്നാണ് പറയുന്നത്. പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറഞ്ഞാൽ 7 വർഷത്തെ പീഡനത്തിലൂടെ സഭ കടന്നുപോയി കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത ഉണ്ടാകുമ്പോൾ, ഒലിവുമലയിൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ, കർത്താവ് മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ സഭ മേളോട്ടെടുക്കപ്പെട്ട് പിന്നെ അവർ ഒന്നിച്ച് താഴോട്ട് വരുന്നു. ഇതാണ് ഈ പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ. ഇതാണ് 3 പ്രധാന ചിന്താഗതികൾ. ഇതിനകത്ത് ഈ മിഡ് ട്രിബുലേഷനും പോസ്റ്റ് ട്രിബുലേഷനും പഠിപ്പിക്കുന്നത് ന്യൂനപക്ഷങ്ങളാണ്. ബഹുഭൂരിപക്ഷം പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളും ബഹുഭൂരിപക്ഷം പെന്റിക്കോസ്റ്റൽ ചർച്ചുകളും പഠിപ്പിക്കുന്നത് പ്രീ ട്രിബുലേഷൻ റാപ്ചറാണ്. മഹോദ്രവത്തിൽ സഭ കടന്നു പോകത്തില്ല, അതിനു മുമ്പേ സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അതിനെ പിന്താങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ടല്ലോ, ഇതല്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ, അവർ അങ്ങ് അഡമൻ്റായിട്ട് പറയും അത് തെറ്റാ, അത് സാത്താന്യ ഉപദേശമാണെന്ന് വരെ പറയുന്ന ആളുകളുണ്ട്, ദുരുപദേശമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു തമാശ പോലെ പറഞ്ഞു, ഞാൻ പ്രീ ട്രിബുലേഷനിൽ വിശ്വസിക്കുന്നു. മറ്റു ചില ആളുകൾ ഇപ്പോൾ ട്രിബുലേഷനിലൂടെ സഭ കടന്നു പോകുന്ന വാദിക്കുന്നതിൽ ഏറ്റവും പ്രസിദ്ധനായ ആളാണ് ബാംഗ്ലൂരിലുള്ള കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ സാക് പുന്നൻ. അദ്ദേഹം സഭ മഹോദ്രവത്തിലൂടെ കടന്നു പോകും എന്ന് വാദിക്കുന്നതിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഡ്വക്കേറ്റാണ് അദ്ദേഹം. അതായത് ഇൻ്റർനാഷണലി അദ്ദേഹമാണ് അതിൻ്റെ ഒരു മെയിൻ വക്താവ്. അപ്പം അദ്ദേഹം പറയുന്നത് പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയുന്നത് സാത്താന്യ ഉപദേശം എന്നാണ് പറയുന്നത്. അപ്പം അത് സാത്താന്യമാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ എന്ത് വിശ്വസിച്ചാലും, മിഡിൽ വിശ്വസിച്ചാലും പോസ്റ്റിൽ വിശ്വസിച്ചാലും പ്രീ ട്രിബുലേഷനിൽ വിശ്വസിച്ചാലും കർത്താവ് എന്താ പ്ലാൻ ചെയ്തത് അത് സംഭവിക്കും. അല്ല, കർത്താവ് പടത്തിലെ അതെ ഈ ഫിന്നി പാസ്റ്റർ കുറച്ച് നാളായിട്ട് പ്രീ ട്രിബുലേഷൻ പഠിപ്പിച്ചത്, അതുകൊണ്ട് എൻ്റെ പ്ലാൻ ഞാൻ മാറ്റാൻ പോവുക, ഫിന്നി പാസ്റ്റർ പഠിപ്പിച്ചത് ശരിയാകണം, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി വരിക എന്ന് കർത്താവ് പറയത്തില്ല. അല്ല, സാക് പുന്നൻ വളരെ ശ്രേഷ്ഠനായ ദേവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ചില വിഷയങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു തെറ്റായ ആളൊന്നും അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല ഞാൻ. കാരണം എല്ലാ ദേവദാസന്മാരുടെ പഠിപ്പീരിയലിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വിഷയമുണ്ട്. ഈ ഫോറിനേഴ്സ് എങ്ങനെയാണെന്നറിയാം പാസ്റ്ററെ, ഫോറിനേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത് പോലല്ല അവരുടെ പഠിപ്പീരെങ്കിൽ നമ്മുടെ പഠിപ്പീര് കേൾക്കുമ്പോൾ അവർ പറയും ഓക്കെ ദാറ്റ്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ്, ഐ അഗ്രി വിത്ത് യു, ദാറ്റ്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളൊക്കെ ദുരുപദേശകനെന്നൊന്നും വിളിക്കത്തില്ല, പക്ഷേ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ രീതി അനുസരിച്ച് അന്നേരമേ പിന്നെ എന്ത് ചെയ്യുന്നറിയാം, ദുരുപദേശകനാക്കും. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്, ഈ ദോഷങ്ങളിൽ ഞാൻ കാണുന്നൊരു പ്രത്യേകതയാണ്. ഈ ഒരാളിനെ ദുരുപദേശകനാക്കി കഴിഞ്ഞാൽ അയാളുടെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പബ്ലിസിറ്റി കൊടുക്കുക, ഫിന്നി പാസ്റ്റർ ഭയങ്കര ദുരുപദേശകനാണ് കേട്ടോ. എന്തോ ദുരുപദേശം? അദ്ദേഹം ട്രിബുലേഷനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അല്ലാതെ ചിലർ പറയും കർത്താവ് എനിക്ക് അങ്ങനെ വെളിപ്പെടുത്തി തന്നെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, കർത്താവിൻ്റെ വെളിപ്പാടല്ല വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നതെന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്, അല്ല എനിക്ക് വ്യക്തിപരമായി കിട്ടിയ വെളിപ്പാടിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല. അപ്പം ഈ നമ്മുടെ നാട്ടിപ്പടത്തിലെ പട്ടിയെ പേപ്പട്ടിയാക്കുക, അല്ല അങ്ങനല്ല, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് അടിച്ചു കൊല്ലുക. ഇതാ നമ്മുടെ നാടിൻ്റെ സിസ്റ്റം. ആദ്യം സ്ഥാപിക്കും ഇത് ആടല്ല ഇത് പട്ടിയാന്ന് സ്ഥാപിക്കും, പിന്നെ സ്ഥാപിക്കും ഇത് വെറും പട്ടിയല്ല പേപ്പട്ടിയാണ്, പിന്നെ അവനെ വളഞ്ഞിട്ട് അടിച്ചു കൊല്ലുക. ഇങ്ങനൊരു പ്രത്യേകത നമ്മുടെ ചുറ്റുമുണ്ട്. കാരണം ഒത്തിരി ദൈവദാസന്മാർക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ദുരുപദേശം എന്ന ലേബൽ. അവർ കാര്യമായിട്ടൊന്നും പറഞ്ഞു കാണത്തില്ല കേട്ടോ, അവരുടെ ഒരു വാക്കിൽ വന്നൊരു പിഴവിനെ പർവ്വതീകരിച്ച് അവരെ ദുരുപദേശക്കാരാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മുൻപാട് പറഞ്ഞത്, ഞാനും റോയ് പാസ്റ്ററുമൊക്കെ ട്രഡീഷണൽ പെന്റിക്കോസ്തുകാർ എന്ത് പഠിപ്പിക്കുന്നു, വർഷങ്ങളായിട്ട് നമ്മുടെ അപ്പച്ചന്മാരുടെ കാലം മുതൽ എന്ത് പഠിപ്പിക്കുന്നു, ആ ഡോക്ടറിനെ ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട്
നിങ്ങൾക്കൊരു പക്ഷേ അതിനോട് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് ആണോ ഇതാണോ ശരിയെന്ന് വേദപുസ്തകത്തിൽ നിന്ന് ചെക്ക് ചെയ്യണം നമ്മൾ. അല്ലാതെ വെറുതെ പിടിവാശി പിടിച്ച് വാദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ, അതായത് പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ, റാപ്ചറിൻ്റെ കൂട്ടത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു പുതിയ സംഭവമാണ് റാപ്ചറേ ഇല്ല. റാപ്ചർ ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, റാപ്ചറേ ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ അതൊരു ഒരു എന്താ പറഞ്ഞ വളരെ ചെറിയൊരു ന്യൂനപക്ഷമായതുകൊണ്ട് ആ വിഷയം നമുക്ക് അങ്ങ് ഇഗ്നോർ ചെയ്യാം. പാസ്റ്റർ ഇപ്പം പറഞ്ഞ കാര്യം, ഈ കുഞ്ഞാടിൻ്റെ കല്യാണം യഹൂദന്മാരുടെ കല്യാണമായിട്ട് അതിനുള്ളൊരു ബന്ധം, ഞാൻ ജൂലൈ മാസം 25 2017 ചെയ്തൊരു പാഠഭേദത്തിൽ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തത് ഒരു കല്യാണ കഥയെന്നാണ് കേട്ടോ പാസ്റ്ററെ. അത് എന്തുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ രഹസ്യവരിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്, ഈ കുഞ്ഞാടിൻ്റെ കല്യാണവും യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന കല്യാണവും തമ്മിലുള്ള സാമ്യങ്ങൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, യഹൂദന്മാരുടെ ഇടയിൽ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് മുമ്പേ പാസ്റ്റർ പറഞ്ഞ ആ ഒരു വാചകം പോലും യേശു കർത്താവ് പറഞ്ഞത്, പുത്രൻ അറിയുന്നില്ല, പിതാവ് അറിയുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പെൺകുട്ടി ഒരു ചെറുക്കനുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, ആ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് തന്നെ ദാറ്റ് വാസ് ഈക്വൽ ടു മാരേജ്. അല്ലാതെ അതൊരു വെറും ഒരു നമ്മുടെ ഇടയിൽ ഉറപ്പീര് പോലല്ല, അത് കല്യാണം കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉപേക്ഷണപത്രം കൊടുക്കാതെ ആ പെണ്ണുമായിട്ട് വേർപെടാൻ പറ്റത്തില്ല. അത് യേശുവിൻ്റെ ജന്മ സമയത്തുള്ള ജോസഫിൻ്റെ അനുഭവങ്ങളുമായിട്ടൊക്കെ ബന്ധത്തിൽ വേദോസത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ അവൾക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ചെറുക്കൻ കുടിക്കുന്ന വീഞ്ഞിൻ്റെ കപ്പ് ആ പെൺകുട്ടിക്ക് ഓഫർ ചെയ്യുമ്പോൾ അവൾ ആ കപ്പ് എടുത്ത് കുടിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവൾ ആ ഒരു വിത്രോട്ടൽ എഗ്രി ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തിരുവത്താഴ് ശുശ്രൂഷയിൽ വീഞ്ഞ് തൻ്റെ സഭയ്ക്ക് വേണ്ടി ഓഫർ ചെയ്തത്. ഇതൊന്നും നിസ്സാര കാര്യമല്ല. ദർ വാസ് എ സെർമണിയൽ ഒരു ചടങ്ങായിട്ടുള്ള ഒരു ബാപ്റ്റിസം ഉണ്ടായിരുന്നു. അതായത് ഈ ബാപ്റ്റിസം ഇൻ ദ സെൻസ് കുളിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം. ഈ പെൺകുട്ടിയെ വിത്രോട്ടലിന് മുമ്പ് എന്ത് ചെയ്യും? അവളെ വെള്ളം കൊണ്ട് കഴുകും. അതാണ് വേദോസ്തത്തിൽ പറയുന്ന വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന് പറയുന്നത്. എഫെസ്യ ലേഖനത്തിലുണ്ടല്ലോ, അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ നിർമ്മലമാകുന്ന ഒരു കന്യകയാക്കി മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ വെള്ളം കൊണ്ട് ഈ യഹൂദ ബ്രൈഡിനെ കുളിപ്പിക്കുമ്പോൾ അവർ പറയുന്നത്, ഇന്ന് വരെ ഇവളുടെ മേലുള്ള എല്ലാ കണ്ണുകളും എല്ലാ ദോഷങ്ങളും എല്ലാ തിന്മകളും ആരൊക്കെ ഇവളെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം കഴുകി മായ്ച്ച ഈ വരന് വേണ്ടി ഇവൾ ഒരുക്കപ്പെടുക. അതിനുശേഷം ഉണ്ടാകുന്നൊരു പ്രത്യേകതയാണ്, ഇവളൊരു ഹെഡ് കവറിങ് ഉപയോഗിക്കും. അപ്പോൾ ഇവളെ ഹെഡ് കവറിങ് ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം കാണുന്ന ഒരു വ്യക്തിക്ക് പോലും ഇനി ഇവളെ അവകാശം പറയാൻ പാടില്ല. അവൾ കമ്മിറ്റഡ് ആണ്, അവൾക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പുരുഷനുണ്ട്. അവിടെ നിന്നാണ് പിന്നെയും മുമ്പോട്ട് വരുന്നത് മൂടുപടം മാറിയ മുഖത്ത് യേശുവിൻ്റെ തേജസ് വെളിപ്പെടുന്നത്. അതായത് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ ഹെഡ് കവറിങ് മൂടുപടം മാറ്റാനുള്ള അനുവാദം മണവാളന് മാത്രമാണ്. അപ്പം ഇങ്ങനെ ഒത്തിരി വേദപുസ്തക സബ്ജക്റ്റുകൾ ഈ യേശുവിൻ്റെ കല്യാണവും യഹൂദന്മാരുടെ യേശുവിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ അതൊരു ആക്ഷരിക കല്യാണമല്ലല്ലോ, നമുക്കറിയാമല്ലോ. ഇറ്റ്സ് എ സിംബോളിസം. ഇതൊരു ഒരു ആത്മീയ അർത്ഥമാണ്. അതെ, അതുമായിട്ട് ബന്ധപ്പെടുത്തി നിഴലും പൊരുളുമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മണവാട്ടിയാന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ മണവാട്ടി എന്നുള്ള ഒരു മീനിങ് അല്ല, ഫിന്നി മണവാട്ടിയായി മാറുന്നതല്ല. ബോഡി ഓഫ് ക്രൈസ്റ്റാണ് മണവാട്ടിയായി മാറുന്നത്. ശരീരമാകുന്ന സഭ മുഴുവൻ ഒന്നിച്ച മണവാട്ടി. അല്ലെങ്കിൽ ഞാനൊരു മണവാട്ടി, നീ ഒരു മണവാട്ടി, അങ്ങനെ പല മണവാട്ടി എന്നല്ല. ദർ ഈസ് ഓൺലി വൺ ബ്രൈഡ്. ദാറ്റ്സ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ അല്ല, ദാറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ശരീരമാകുന്ന സഭയാണ് മണവാട്ടിയായിട്ട് മാറുന്നത്. അപ്പം ഈ യഹൂദന്മാരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന ചില സമ്മാനങ്ങൾ, അതുപോലെ തന്നെ ഇവൾക്ക് പിന്നെ ഒരു കാത്തിരിപ്പിൻ്റെ സമയമുണ്ട്. ഈ കാത്തിരിപ്പിൻ്റെ സമയത്ത് അവൾ അവളുടെ ഫെയ്ത്ത്ഫുൾനെസ് തെളിയിക്കണം. അവൾക്ക് ഈ ഹെഡ് കവറിങ് ഒക്കെ അവൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താ? മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ്, ഞാൻ എൻഗേജ്ഡ് ആണ്, ഞാൻ കമ്മിറ്റഡ് ആണ്, മറ്റാർക്കും ഇനി എൻ്റെ മേൽ അവകാശമില്ല, എനിക്കൊരു വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു വ്യക്തി ഉണ്ടെന്നുള്ളൊരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. ഈ പുരുഷൻ അവൻ പോയിട്ട് അവൻ വീട് ഒരുക്കണമെന്ന്.
വീടൊരുക്കിയിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഒരു ചെറുപ്പക്കാരന് ഒരു പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അവന് ഈ പെൺകുട്ടിയുമായിട്ട് പാർക്കാനുള്ള വീടൊരുക്കാൻ എത്രയും സമയം എടുക്കും. അവൻ വീടൊരുക്കിയിട്ട് ഞാൻ വീടൊരുക്കി, ഞാൻ പോയി എൻ്റെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുവാന്ന് പറയാൻ അവന് അനുവാദമില്ല. അവൻ്റെ പിതാവാണ് പറയേണ്ടത്, ഓക്കെ നീ വീടൊരുക്കി കഴിഞ്ഞിരിക്കുന്നു, നിനക്കിനിയും പോയി നിൻ്റെ പെൺകുട്ടി എന്ത് ചെയ്യാം, വിളിച്ചോണ്ട് വരാമെന്ന് പറയുന്നത് അവൻ്റെ പിതാവാണ്. അത് പിതാവിൻ്റെ പരമാധികാരമാണ്. അവിടെ നിന്നാണ് യേശു പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ അധികാരമാണത്. അതായത് പുത്രനല്ല അത് ചെയ്യേണ്ടത്, ബ്രൈഡിനെ വിളിച്ചുകൊണ്ട് വരുന്നത് എപ്പോഴാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഈ മണവാളൻ ചെറുക്കന് അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ മണവാളനെ വിളിച്ചിട്ട് അപ്പൻ പറയും, ഓക്കെ നിൻ്റെ വീട് പണിയൊക്കെ കഴിഞ്ഞല്ലേ, പോ നിൻ്റെ പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോവാ. അപ്പോൾ അവൻ സന്തോഷത്തോടു കൂടെ പിന്നെ യാത്ര തിരിക്കുക. അതാ പാസ്റ്റർ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അങ്ങനെ യാത്ര തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണിനെ വിളിക്കുന്നു. അവിടെയാണ് കള്ളനെ പോലെ വരും എന്നുള്ളൊരു അനുഭവം ഉണ്ടാകുന്നത്. കാരണം നേരത്തെ പെണ്ണിൻ്റെ വീട്ടുകാരോട് ഇൻഫോം ചെയ്യുന്നില്ല ഇത്രാം തീയതി ഞാൻ വരുമെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വേഗത്തിലുള്ള അറേഞ്ച്മെൻറ്റാണ് പിന്നെ ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ആ പെണ്ണിൻ്റെ വീട്ടുകാരും ഒരുക്കി കാത്തിരിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഇനി വിവാഹത്തിന് വേണ്ടിയുള്ള ക്രമീകരണം എല്ലാം അവർ ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വിരുന്ന് നടക്കുന്നത് ഒരു ദിവസം കൊണ്ട് തീരുകയല്ല. യഹൂദന്മാരുടെ ചരിത്രമനുസരിച്ച് 7 ദിവസത്തെ വിരുന്ന്. ഇത് എനിക്കറിയാം, ഒത്തിരി രസകരമാകുന്ന അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ ഈ ടോപ്പിക് ഇന്ന് നമുക്ക് തീർക്കാനൊക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ഒരു കാര്യം കൂടെ ഞാൻ പാസ്റ്റർ പറഞ്ഞതിനോട് ആഡ് ചെയ്തോട്ടെ. നമ്മുടെ കർത്താവ് പിതാവാ ദൈവം 6 ദിവസം കൊണ്ട് ആ ഭൂമിയിലുള്ള സകലത്തെ സൃഷ്ടിച്ച്, മനുഷ്യനെ ഉൾപ്പെടെ. കാരണം എന്നിട്ട് 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. ഈ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച ഇനി 6 ദിവസം എന്നുള്ളതിന് ഇനി 24 hours ഉള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യം വരാം. കാരണം 4-ാമത്തെ ദിവസമാണ് സൂര്യൻ വരുന്നത് എന്നൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ ജനറലി ഈ ഒരു വാക്ക് നിങ്ങൾ കേൾക്കുക, 6 ദിവസം കൊണ്ട് ഭൂമിയെ മൊത്തം സൃഷ്ടിച്ച ഈ ഭൂമി എത്ര മനോഹരമാണ്, ഇല്ല, എത്ര ബ്യൂട്ടിഫുൾ ആ പാസ്റ്റർ. ചില സ്ഥലത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്ലവറും കാര്യങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊതി തീരത്തില്ല. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് സൃഷ്ടിച്ചു. അപ്പം ഒരാൾ ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമാണ്, 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച ഈ ഭൂമി ഇത്രയും മനോഹരമാണെങ്കിൽ 2000 വർഷത്തിലധികമായിട്ട് എനിക്ക് വേണ്ടി ഒരുക്കുന്ന വീട്, സ്വർഗത്തിലെ അപ്പച്ചൻ ഒരുക്കുന്ന വീട് എത്ര മനോഹരമായിരിക്കും. 6 ദിവസം കൊണ്ട് പണിത വീടിന് ഇത്രയും മനോഹരമാണെങ്കിൽ 2000 വർഷമായിട്ട് പണിയുന്ന വീടിന്, നമ്മുടെ വീടിന് എത്ര മനോഹാരിത കാണുമെന്ന് നോക്കിയേ. നമ്മുടെ കർത്താവ് പാസ്റ്റർ പറഞ്ഞ ആ കറക്റ്റ് വേർഡാ പാസ്റ്റർ. പിതാവല്ലാതെ ആ നാടി ആരും അറിയുന്നില്ല എന്നുള്ളത് യഹൂദന്മാരുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ പാസ്റ്റർ കണ്ടിന്യൂ ചെയ്തു, ഞാൻ അത്രയൊന്നും ആഡ് ചെയ്തെന്നുള്ളേ ഉള്ളൂ. 7 ദിവസം തുടർന്ന് തുറസായ സ്ഥലങ്ങളിലാണ് തുടർന്നുള്ള വിവാഹങ്ങൾ നടക്കുന്നത്. അത് മധ്യാകാശ വാഴ്ച 7 ദിവസം തുടർന്ന് നമ്മൾ പഠിപ്പിക്കുന്ന 7 വർഷത്തെ മധ്യാകാശ വാഴ്ചയ്ക്ക് നിഴലാണത്. ശരിക്കും പറഞ്ഞാൽ ആ മധ്യാകാശ വാഴ്ച ആണ് കർത്താവ് വന്ന് സഭയെ രഹസ്യമായി ചേർത്ത് ആ മധ്യാകാശത്ത് മണിയറവാസം എന്നൊക്കെ നമ്മൾ ആലങ്കാരിക ഭാഷയിൽ പറയുന്ന കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആ കല്യാണ സദ്യ 7 ദിവസമാണ് കേട്ടോ. അപ്പോൾ ആ 7 ദിവസം 7 വർഷം സഭ മധ്യാകാശത്ത് വാഴുമ്പോഴ ഭൂമിയിൽ ഈ പറഞ്ഞ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നടപടികളൊക്കെ ഉണ്ടാകുന്നത്. സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട ശേഷമാണ്. ചോദ്യങ്ങളുണ്ടാകാം, അതിനെന്താ തെളിവെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പാഠഭേദത്തിൻ്റെ 3 ടോപ്പിക്കുണ്ട്, അത് 3 താഴെ ഇടാം, നിങ്ങൾ വായിക്കുക. വേണമെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഞാനത് ആ ടോപ്പിക്കുകൾ ഒന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിൽ ഇടുവാൻ ശ്രമിക്കാം. ഈ യഹൂദന്മാരുടെ വിവാഹത്തിന് 5 പ്രത്യേക ഘട്ടങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ഒരുക്കം. വധൂവരന്മാർ അവരെ കണ്ടെത്തിയ ശേഷം നടക്കുന്ന ഈ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളുടെ ചടങ്ങ്. ആ ചടങ്ങിൽ ഒരു വിവാഹ ഉടമ്പടി ഉണ്ടാക്കുന്നു, അതായത് വധൂവരന്മാരുടെ മാതാപിതാക്കൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഉടമ്പടി. പിന്നെ വരൻ വധുവിൻ്റെ പിതാവിന് കൊടുക്കേണ്ടുന്ന മൊഹർ എന്ന് പറയുമ്പോൾ വധുവിൻ്റെ വിലയെന്ന അർത്ഥം. നമ്മുടെ നാട്ടിലെ സ്ത്രീധനം പോലെയല്ല, നേരെ തിരിച്ച മൊഹർ കൊടുക്കണം. ഒരിക്കൽ മൊഹർ വധുവിൻ്റെ പിതാവ് കൈപ്പറ്റി കഴിഞ്ഞാൽ ആ മൊഹർ എത്രയാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ ഈ പറഞ്ഞ വിവാഹ ഉടമ്പടിയിൽ എഴുതിയിരിക്കും. പിന്നെ അതിൻ്റെ അർത്ഥം വധുവിനെ ശരിക്കും അവളുടെ അപ്പൻ്റെ കയ്യിൽ നിന്നും മൊഹർ കൊടുത്ത് വരൻ സ്വന്തമാക്കിയെന്ന.
അവളുടെ അപ്പൻ മൊഹർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ മേൽ ആർക്കും അവകാശമില്ലെന്ന അതിൻ്റെ ഒരു സങ്കല്പം വിലയ്ക്ക് വാങ്ങിയെന്ന. വിലയ്ക്ക് വാങ്ങിയെന്ന. അതുകൊണ്ട് തന്നെയാണ് മശീഹയും ദൈവത്തിൻ്റെ വചനത്താൽ സഭയോടൊരു വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പൗലോസ് ആ പദം ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് ഈ ഒരു യഹൂദന്മാരുടെ ആ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത വിലയെന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനെ കൊടുത്ത, യേശു കൊടുത്ത മൊഹർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത മൊഹറാണ്. സ്വന്തം ജീവനെ കൊടുത്ത യേശു സഭയെ അവൻ്റേതാക്കിയത്. വചനത്തോടു കൂടിയ ജലസ്ഥാനത്താൽ അവളെ വെടിപ്പാക്കി. ഞാൻ ഓൾറെഡി പറഞ്ഞു. അന്നത്തെ ഒരു പ്രധാന ആചാരമാണ് വീഞ്ഞ് നിറഞ്ഞ വീഞ്ഞ് പാത്രം കൊടുക്കുക. പിന്നെ അതുപോലെ ഇവളെ സെറമണിയൽ ബാത്ത്, അവളെ ഒരു ചടങ്ങായിട്ട് അവളെ കുളിപ്പിക്കുക. ഇതെല്ലാം പുതിയ നിയമസഭയുടെ ഭാവിയുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് ഇതിനെല്ലാം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നിഴലുകൾ പൊരുളായിട്ടൊക്കെ വെളിപ്പെട്ട ഒത്തിരി ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. സ്ഥലമൊരുക്കുവാൻ പോയിട്ട് പിതാവിൻ്റെ അനുവാദത്തോടുകൂടെ മണവാട്ടിയെ സ്വീകരിക്കുവാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഒരു സർപ്രൈസായിട്ടാണ് വരുന്നത്. അത് നമുക്കറിയാമല്ലോ, ഈ 10 കന്യകുമാരുടെ ഉപമയിൽ തന്നെ അവർ കാത്തിരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ചിലപ്പോൾ പണ്ടത്തെ ഉപദേശിമാരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, അത് എന്തോ കാരണത്താൽ വരൻ ലേറ്റായി, നമ്മളെപ്പോലെ കാറിൻ്റെ ടയർ പഞ്ചറായിട്ട് ലേറ്റായി എന്നാണ്. ഇതൊക്കെ സത്യത്തിൽ പാസ്റ്ററെ നമ്മൾ വ്യാഖ്യാനിച്ച് ഈ എന്താണെന്നറിയാം, കോണ്ടസ്റ്റ് അറിയാതെ വ്യാഖ്യാനിച്ചുള്ള കുഴപ്പമാണ് ഇത്. കോണ്ടസ്റ്റ് അറിയാതെ പലർക്കും കോണ്ടസ്റ്റ് അറിയത്തില്ലല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു പാസ്റ്ററെ. ഈ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നവർ പഠിച്ചിരിക്കണം. ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ്, വ്യാഖ്യാന ശാസ്ത്രം. അപ്പോൾ ആ വ്യാഖ്യാന ശാസ്ത്രത്തിലാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഞാനിതിൻ്റെ നല്ല ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ ബോംബെ താമസിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കണ്ടു കേട്ടോ, ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. പഴയ ഒരു സിസ്റ്റമാണ്, ചെവിക്കായം എടുക്കാൻ വേണ്ടി, ചെവി ക്ലീനാക്കാൻ വേണ്ടി. ബോംബെയിലൊക്കെ വന്നാൽ കാണും കേട്ടോ, പുള്ളിയുടെ തലക്കെട്ടൊക്കെ കെട്ടിട്ട് റോഡിൽ അവൻ്റെ ആ വേഷം കാണുമ്പോഴേ ഇവൻ ചെവി ക്ലീനാക്കുന്ന ആളാണ്. അപ്പം പുള്ളി ചെവി ക്ലീനാക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വളരെ പഴയതാണ്, അനേകരുടെ ചെവിയിൽ കയറി ഇറങ്ങിയതാണ്. പിന്നെ വെപ്പുകല്ല് വെക്കുന്നവർ റോഡിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഫോട്ടോയൊക്കെ അവിടെ വെച്ചിരിക്കും, പല ടൈപ്പ് പല്ല് അവൻ വെച്ച് കൊടുക്കും. അതൊരു പഴയ സിസ്റ്റമാണ്. ഇന്ന് ഞാൻ കണ്ടത് നഖം വെട്ടി നഖം പോളിഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാഴ്ച ഞാൻ ഇന്ന് കണ്ടു. ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ വിലേപ്പാളെ പോയപ്പോൾ വിലേപ്പാള സ്റ്റേഷൻ്റെ വെളിയിൽ ഒരുത്തൻ ഇരുന്നിട്ട് ഒരുത്തനെ കസട ഇരുത്തിക്കൊണ്ട് നഖം വൃത്തിയാക്കി കൊടുക്കുന്നു. പക്ഷേ അവർ പ്രൊഫഷണൽസ് അല്ല. ഈ വെപ്പുവല്ല് ഈ പറഞ്ഞ സാധനം വെച്ചാൽ ഏത് ജീവിയുടെ വല്ല ഇങ്ങോട്ട് വെച്ച് കൊടുത്തെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. എന്നാൽ ഒരു ഡോക്ടറുടെ ഓഫീസിൽ ചെന്നാൽ അങ്ങനെയാണ് നടക്കുന്നത്. ഈ ചെവിക്കായം എടുത്തു വല്ലതാണോ, ഈ വെപ്പുവല്ല് വെച്ച പോലെയാണോ? അല്ല. ആ ട്രീറ്റ്മെൻറ്റിന് കുഴിനഖം ഇളക്കാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സാധനം പോലെയാണ് ഒരു ഡോക്ടർ ചെയ്യുന്നത്. ഇതാ വ്യത്യാസം. ഈ ഞങ്ങൾ ബോംബെക്കാർ പറയും അൺപഡ് എന്ന് പറയും. അൺപഡ് ഡോക്ടറും അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ പറയുന്നത് മുറിവൈദ്യൻ എന്നാണ്. ഈ മുറിവൈദ്യനും ഒറിജിനൽ വൈദ്യനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് പഠിച്ചിട്ടുള്ളവന് കണ്ണടച്ച് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. അവൻ കോണ്ടെസ്റ്റ് നോക്കി, അവൻ വ്യാഖ്യാനശാസ്ത്രം നോക്കി വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. മറ്റേത് ആത്മാവ് പറഞ്ഞതാന്ന് പറഞ്ഞ് എന്തും വ്യാഖ്യാനിക്കും. അതെ അതെ, ആത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ സത്യമാണ്, കള്ളമല്ല കേട്ടോ. ഒന്നുകിൽ ദൈവാത്മാവല്ല അവൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതോ ആത്മാവ്, വല്ല ആത്മാവെന്ന് വേദോസത്തിൽ പറയത്തില്ലേ. അത് കള്ളമൊന്നും അവർ പറഞ്ഞില്ല, ആത്മാവ് പറഞ്ഞു. ഏത് ആത്മാവാണെന്നുള്ളതാ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പലരും ഈ ഒത്തിരി കാര്യങ്ങൾ എന്തു ചെയ്യും, ദുർവ്യാഖ്യാനം ചെയ്യും. പോകട്ടെ, കള്ളനെ പോലെ വരുമെന്നാണ് യേശു പറഞ്ഞത്. അപ്പം ഇതെന്തിനാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ 7 ദിവസത്തെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള മണിയറവാസം മധ്യാകാശത്ത് നടക്കുന്നു. ആ സമയത്ത് തന്നെ അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്നുണ്ട്. ആരാണ് ഈ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മണവാട്ടിയ അല്ലേ? അതെ. നമ്മൾ ചോറുണ്ണാൻ വേണ്ടി വന്നവരല്ല. കല്യാണം നടക്കുന്നു, ഉണ്ടിട്ട് പോവുക. നമ്മുടെ കേരളത്തിലെ സിസ്റ്റം നമുക്കറിയാമല്ലോ. കേരളത്തിൽ നല്ല ഊട്ടുമുക്കാൽ സിസ്റ്റം, പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ കേരളത്തിലെ കല്യാണത്തിന് വരുന്ന ആളുകളുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക, പോവുക.
അപ്പോൾ അവർക്ക് ഈ ഓഡിറ്റോറിയം തുറക്കാൻ നോക്കിയിരിക്കാൻ ഇടിച്ചു കയറി ഇരുന്ന് കഴിക്കുന്നു, ചാടി ഇറങ്ങിപ്പോകുന്നു, സമയമില്ല ആർക്കും. പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിൽ അവർ ആ കല്യാണത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്ത് ഈ ഫാമിലിയോടുകൂടെ സന്തോഷിച്ച്, അല്ലേ, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, ഇവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതെ 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 ഒരു വലിയ കൾച്ചറൽ ഡിഫറൻസ് അത്. യഹൂദന്മാരുടെ ഇടയിൽ ഈ മണവാളൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരു മണവാളൻ്റെ തോഴ്മക്കാരൻ, അവരെക്കുറിച്ച് വേദവസ്തം പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ ചിലർ വന്നിട്ട് പറഞ്ഞു, നീ സ്നാനപ്പെടുത്തിയവൻ, നിന്നോട് കൂടെ ഇരുന്നവൻ, അവൻ ഇന്ന് നിന്നെക്കാട്ടിലധികം ആളുകളെ ചേർത്ത് സ്നാനപ്പെടുത്തുന്നു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞ മറുപടി, ഇപ്പോഴെൻ്റെ സന്തോഷം പൂർണ്ണമായി. മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. ഞാൻ മണവാളനല്ല, ഞാൻ മണവാളൻ്റെ തോഴ്മക്കാരനാണ്. മണവാളൻ്റെ സന്തോഷം കേട്ട് സന്തോഷിക്കുന്നവനാണ് ഞാൻ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ തോഴ്മക്കാരായി നിൽക്കുന്നവർ ആരാണ്? ഈ യോഹന്നാനെ പോലെയുള്ള പഴയ നിയമ ഭക്തന്മാർ. അവർ മണവാട്ടി സഭയല്ല. പലർക്കും അറിയാത്തൊരു കാര്യം, പലർക്കും അറിയാത്ത കാര്യം, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ അവരെത്ര വലിയവരാകട്ടെ അവർ മണവാട്ടി സഭയുടെ ഭാഗമല്ല. ഇത് പലർക്കും അറിയത്തില്ല കേട്ടോ. അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മോശയെക്കാട്ടിലും ചെറിയവരാ. ഞാൻ ഒരിക്കലും ഒരു ചർച്ചിലെ എബ്രായ ലേഖനം പഠിപ്പിച്ചു പാസ്റ്ററെ. പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടായി ഈ കാലത്ത് നമ്മുടെ സഭകളിൽ പ്രസംഗിക്കാൻ. കാരണം ഇരിക്കുന്നവരൊക്കെ നമ്മളെക്കാട്ടിലും വലിയ തിയോളജിയൻസാണ്, കൊണ്ടാക്കാൻ വരും. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് വന്ന് പഠിപ്പിച്ചു. എബ്രായ ലേഖനം നമുക്കറിയാമല്ലോ. എബ്രായ ലേഖനത്തിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ ജീസസ് ഈസ് സുപ്രീം. യേശുവിനെ പോലെ ആരുമില്ല, യേശു ഏറ്റവും സുപ്രീം. അപ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, യേശു പഴയ നിയമ പ്രവാചകന്മാരെക്കാട്ടിൽ വലിയവൻ, യേശു മോശയെക്കാട്ടിൽ വലിയവൻ. എബ്രായ ലേഖനം 3-ാം അധ്യായമാണ്. മോശ വീട് പണിയുന്ന ഭൃത്യനായിരുന്നു, യേശുവോ വീട് പണിയുന്ന യജമാനനും. മോശയുടെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു, പക്ഷെ ആ ഗൃഹം ചമച്ചവനെന്നാ പറഞ്ഞേക്കുന്നത്. ഗ്രഹം ചമച്ചത് ഉടമസ്ഥൻ യേശുവാ. അപ്പം വീട് പണിഞ്ഞ പണിക്കാരനാണ് വലുത്, അതോ വീടിൻ്റെ ചമച്ച ഉടമസ്ഥനാണ് വലുത്? അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചത്. മീറ്റിംഗ് കഴിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ ആരടാ മോശയെ കൊച്ചാക്കി പറയാൻ? എന്നോട് പറഞ്ഞു കേട്ടോ പാസ്റ്ററെ. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ, ഞാൻ പറിച്ചു പോയി. ആ ചർച്ചിലെ പാസ്റ്റർ എൻ്റെ കൂടെ നിൽപ്പുണ്ട്, അദ്ദേഹം ഷോക്ക്ഡായിപ്പോയി. ഒരു വിശ്വാസി വന്നിട്ട് എന്നോട് ചോദിക്കുക, നീ ആരടാ മോശ? ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാനിവിടെ മോശയെ കൊച്ചാക്കി? ഞാൻ പറഞ്ഞത് യേശു എല്ലാവരെക്കാട്ടിലും വലിയവനാ. അപ്പം പുള്ളി എന്നോട് പറയാം, എടാ ഞങ്ങൾക്കൊക്കെ മോശ എന്നുള്ള വാക്ക് പോലും വായിലെടുക്കാൻ പേടിയാ, നീ ആരാ മോശയെ ചെറുതാക്കി സംസാരിക്കാൻ? എന്നിട്ട് അടുത്ത സെൻറ്റൻസ്, ദൈവം നിന്നെ കീറിക്കളയും കേട്ടോ. അയ്യോ കർത്താവിന് സ്തോത്രം. ദൈവം ഞാൻ ഷോക്ക്ഡായിപ്പോയി. യേശു വലിയവനെന്ന് പ്രസംഗിച്ചോട്ട് എന്നോട് ഒരാൾ പറയാ, ദൈവം നിന്നെ കീറിക്കളയും. അത് ബൈബിളിലൊരു വാക്യമാണ്. ആ പാസ്റ്റർ ഉണ്ടല്ലോ, എന്നെ പെട്ടെന്ന് പിടിച്ചിട്ട് വെളിയിൽ കൊണ്ടിട്ടുണ്ട്. ദേവദാസിൻ്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിരുന്നു. അദ്ദേഹവും വേല ചെയ്യുന്നത്, പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഒരു സങ്കടം വന്നു, അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഇനി പോരെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോയി കേട്ടോ. കർത്താവിൻ്റെ കൃപയാൽ ഇത് സംഭവിച്ചിട്ട് ഒരു 7-8 വർഷമായി, ഇന്നും കീറിക്കളഞ്ഞിട്ടില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ തമ്പുരാൻ എന്നെ തല്ലാറുണ്ട്, അത് മകനായതുകൊണ്ട്. അപ്പൻ അടിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ കർത്താവ് കീറാത്തത് അവൻ്റെ കൃപ. കാരണം കർത്താവിനറിയാം ഞാൻ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു ദുരുപദേശം പഠിപ്പിക്കത്തില്ലെന്ന് കർത്താവിനറിയാം. പോകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ എന്താ പറഞ്ഞത്, യഹൂദന്മാരുടെ കല്യാണത്തെ ക്ഷണിക്കപ്പെട്ടവരാ തോഴ്മക്കാർ. അപ്പം പഴയ നിയമസഭ മണവാട്ടി സഭയല്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഇതിനകത്ത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു 10 പേരിലുണ്ട്. അവരൊക്കെ എന്നോട് പറയും, നിന്നെ കർത്താവ് കീറാൻ പോകുമെന്ന് പറയും. അവർക്ക് സഹിക്കത്തില്ല, കാരണം അവർക്കറിയത്തില്ല എൻ്റെയും അവരുടെ അണ്ടർസ്റ്റാൻഡിങ് രണ്ടാണെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം യേശു കർത്താവ് പറഞ്ഞൊരു സെൻറ്റൻസ് മാത്യു ചാപ്റ്റർ 11 മത്തായി 11 യേശു കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനെ പോലെ വലിയവർ ആരും ഇല്ല, പക്ഷെ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനെക്കാട്ടിൽ വലിയവൻ. എന്തുകൊണ്ട്? യോഹന്നാൻ വെറും തോഴ്മക്കാരനാ, സ്നേഹിതനാ, മണവാളൻ്റെ സന്തോഷം കണ്ട് സന്തോഷിക്കുന്ന, കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ. ദൈവരാജ്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ് പന്തിക്കിരിക്കുമ്പോൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോട് കൂടെ പന്തിയിലിരിക്കും.
മണവാട്ടി പന്തിയിലിരിക്കുന്ന ആളാണോ? മണവാട്ടി ആരാ? മണവാട്ടി മണവാളൻ്റെ മണവാൾ വലതു ഓ ഭാഗത്ത് നിൽക്കുന്ന അന്നത്തെ ആ ഒരു സെറമണിയുടെ ഏറ്റവും വലിയ അറ്റൻഷൻ മണവാട്ടിയാണ്. നമ്മൾ അതെ ഏത് കല്യാണത്തിന് പോയാലും മണവാളനെയും മണവാട്ടിയല്ലേ ശ്രദ്ധിക്കുന്നത്? അതെ ക്ഷണിക്കപ്പെട്ടവരിട്ട കോട്ടാണോ നമ്മൾ നോക്കുന്നത്? അതെ അതെ അല്ല, അതെ അതെ മണവാട്ടിയാണ് അവിടുത്തെ എന്താ പറയുന്നത് സെൻട്രൽ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും കാണേണ്ടത് മണവാട്ടിയാണ്. കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ കാണാൻ എല്ലാവരും ആവലോടുകൂടെ നോക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഏറ്റവും വലിയവനായിട്ടും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനെക്കാട്ടിലും വലിയവനാകുന്നത്? കാരണം ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവനും മണവാട്ടിയുടെ ഭാഗമാണ്. അത് ബ്രൈഡാണ്, മണവാട്ടി സഭയുടെ ഭാഗമാണ്. തോഴ്മക്കാരനെക്കാട്ടിലും വലുതാണ് മണവാട്ടി എന്ന അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ 7 ദിവസത്തെ മണിയറവാസം, അത് 7 വർഷമായി നമ്മൾ പഠിപ്പിക്കുന്നു. ഒരു ദിവസം 7 വർഷം. ആ സമയത്ത് ഭൂമിയിൽ ആൻറ്റിക്രൈസ്റ്റ് ഭരിക്കുന്നു. മണിയറവാസം അതായത് മധ്യാകാശത്തിൽ നടക്കുന്നു. അതിനുശേഷം ഈ 7 വർഷത്തിന് ശേഷമാണ് മഹത്വപ്രത്യക്ഷത എന്ന അനുഭവം ഉണ്ടാകുന്നത്. കർത്താവ് ഭൂമിയിലേക്ക് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം അവസാനിപ്പിക്കുവാൻ വേണ്ടി അവൻ ഒറ്റയ്ക്കല്ല, അവനും അവനോടുകൂടെ വെള്ളനിലയങ്കി ധരിച്ച ഒരു വലിയ പുരുഷാരം കുതിരപ്പുറത്ത് വരുന്നല്ലേ, അത് സഭയാ, അതെ അതെ കർത്താവിൻ്റെ ആർമിയാ, മണവാട്ടി സഭയാ ഇറങ്ങി വന്ന് ഭൂമിയിൽ ആൻറ്റിക്രൈസ്റ്റിനെ നീക്കം ചെയ്ത് 1000 ആണ്ട് ഭരണം ആരംഭിക്കുന്നത്. ഈ 1000 ആണ്ട് ഭരണം ശരിക്കും യഹൂദന്മാരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തിയാണ്. യഹൂദനോട് വാഗ്ദത്തമുണ്ട്, ദാവീദിൻ്റെ സന്തതിയിൽ ഒരുവൻ എഴുന്നേൽക്കും, അവൻ നിങ്ങളുടെ രാജാവായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലാണ്, അതായത് ഒന്നാമത് സഭ രഹസ്യവരവിൽ എടുക്കപ്പെടുന്നു. സഭ എടുക്കപ്പെട്ട ശേഷം മധ്യാകാശ വാഴ്ച, മധ്യാകാശ മണിയറവാസം, 7 ഡേ സെലിബ്രേഷൻ, യഹൂദന്മാരുടെ വിവാഹത്തിൽ എങ്ങനെ സംഭവിക്കുന്നു അതുപോലെ 7 ഡേ സെലിബ്രേഷൻ നടക്കുമ്പോൾ ആ സെലിബ്രേഷൻ സമയത്ത് തന്നെ ഭൂമിയിൽ ഇവിടെ ന്യായവിധി ഉണ്ടാകുന്നു, ഇവിടെ മഹാ ഉപദ്രവം ഉണ്ടാകുന്നു. അതിനുശേഷം കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മഹത്വപ്രത്യക്ഷത കാണത്തക്കവണ്ണം ഇറങ്ങി വരുമെന്ന്. അല്ലാതെ മധ്യാകാശത്ത് വന്നതുപോലെ കള്ളനെ പോലെ വരുമെന്നില്ല, കാണത്തക്കവണ്ണം ഇറങ്ങി വരും. കർത്താവിൻ്റെ രഹസ്യ വരവിന് ഒരു അടയാളവുമില്ല, എന്നാൽ മഹത്വപ്രത്യക്ഷതയ്ക്ക് ഒത്തിരി അടയാളമുണ്ട്. അങ്ങനെ ഇറങ്ങി വന്ന് കർത്താവ് ഭൂമിയിൽ ഭരിക്കുന്നു. ആ സമയത്ത് യഹൂദനോടുള്ള പ്രോമീസ് എന്നവണ്ണം എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു വിശാല ഇസ്രയേൽ, അന്ന് വാഗ്ദത്തം പറഞ്ഞ ആ രാഷ്ട്രം ഇവിടെ ഉണ്ടാകുന്നു. ഇതാണ് ബിബ്ലിക്കലി വിശാല ഇസ്രയേൽ പൂർണ്ണമാകാനുള്ള ഭാവികാല ഒരു പ്രവചന വ്യാഖ്യാനം എന്ന് പറയുന്നത്. അല്ലാതെ ബെഞ്ചമിൻ നെതന്യാഹു ഒന്നും തലകുത്തി നിന്നാൽ ഈ പറഞ്ഞ വിശാല ഇസ്രയേൽ ഉണ്ടാക്കി അദ്ദേഹത്തിന് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. അതിവന് ഒരുവനുണ്ട്, അവൻ മേഘാരൂഢനായി വരും. ഞാൻ ചുരുക്കത്തിലൊന്ന് ഓടിച്ചു പറഞ്ഞത് കേട്ടോ പാസ്റ്ററെ. പാസ്റ്റർക്ക് ഇനി ആഡ് ചെയ്യാം. യെസ് പാസ്റ്ററെ, യെസ് പാസ്റ്ററെ. പാസ്റ്ററെ, യഹൂദന്മാരുടെ കൾച്ചറുകളിൽ കൂടെ മാത്രമേ നമുക്ക് കർത്താവിന്റെ പല വാക്കുകൾ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. യേശു കർത്താവ് പറഞ്ഞേക്കുന്ന, അവിടെ ഇവിടെയും പറഞ്ഞേക്കുന്ന അനേക വാക്കുകളുണ്ട് കർത്താവിന്റെ വരവിന് മുമ്പേ നടക്കേണ്ട അടയാളം. പക്ഷെ പലപ്പോഴും ഇത് അന്നത്തെ കാലത്തെ യഹൂദന്റെ ഒരു ചരിത്രം കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇവൻ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശു കർത്താവ് രാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് 40 ദിവസം തുടർമാനമായി സംസാരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായേക്കുന്നത് റോമൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും താൽക്കാലികമായിട്ടൊരു വിടുതൽ കിട്ടാനുള്ള ഇസ്രയേലിന്റെ ഐഹിക രാജ്യത്തെക്കുറിച്ചാണ്, അതിനെക്കുറിച്ചാണ്. ഈ കയറി ചോദിക്കുന്നുണ്ട്, പത്രോസ് ചാടിക്കറി ചോദിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഈ കാലത്താണോ രാജ്യം യഥാസ്ഥാനത്താക്കാൻ പോകുന്നത്? കാരണം ഇവർക്കറിയാം, ന്യായപ്രമാണത്തിന്റെ സിസ്റ്റങ്ങൾ ഇവർക്കറിയാം. യഹൂദന്റെ രാജ്യം മശിഹ വരുമെന്നും മശിഹ രാജ്യം യഥാസ്ഥാനത്താക്കുമെന്നും ദാവീദിന്റെ സന്തതിയായിട്ട് വരും, എല്ലാം ഇവർക്കറിയാം. ഈ ചോദ്യം ചോദിക്കും. യേശു പറഞ്ഞത് ആത്മീക രാജ്യത്തെക്കുറിച്ചാണ്. ശിഷ്യന്മാര് ചോദിക്കുന്നത് ഇസ്രയേൽ റോമൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചാ ഇവർ സംസാരിക്കുന്നത്. അതിന് കർത്താവ് പറയുന്നുണ്ട്, പിതാവ് തന്റെ നാളും നാഴികയിലും വേണ്ടി വെച്ചിരിക്കുന്നത് നമുക്ക് അറിയേണ്ടതല്ല, പക്ഷേ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. എനിക്കൊന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങൾ, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള നാളും നാഴികയെ കുറിച്ചും. ഇതുപോലെ
കർത്താവിന്റെ വാക്കുകളിൽ കർത്താവ് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ നോഹയുടെ കാലത്ത് സംഭവിക്കുന്നത് പോലെയുള്ള അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് പലപ്പോഴും വരുന്ന സമയം പറഞ്ഞിട്ടില്ലെങ്കിലും അനേക അടയാളങ്ങൾ. കാരണം സമയം എന്തുകൊണ്ടാണ് പറയാത്തത്? കർത്താവിനറിയാം മനുഷ്യർ മിടുക്കരാ. ഒരു സൈഡിൽ നോക്കിയാൽ മനുഷ്യർ മിടുക്കരാ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പോലെ പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. പിതാവാ പറയുന്നത് വീടിന്റെ പണി പൂർത്തിയായി, മണവാട്ടിക്കും നിനക്കും കൂടെ മണവാളനും കൂടെ താമസിക്കാനുള്ള വീടിന്റെ പണി പൂർത്തിയായി എന്ന് പിതാവ് പെർമിഷൻ തരാത്തടത്തോളം കാലം പുത്രന് വരാൻ പറ്റത്തില്ല. അത് യഹൂദന്മാരുടെ കൾച്ചറിലാ. ആ സുപ്രീം അതോറിറ്റി ഉള്ളത് പിതാവിന്റെ പെർമിഷൻ അനുസരിച്ചേ പറ്റത്തുള്ളൂ. യേശു കർത്താവ് അനേക അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർ, അനേക അടയാളം. ഒന്ന്, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ അറിഞ്ഞുകൊള്ളണം വേനൽ എടുത്തു. അത്തി തളിർത്തു. അത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞത് അത്തി. അടുത്തത് അത്തി തന്നെയല്ല, അത്തി മുതലായ വൃക്ഷങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കാമെങ്കിൽ ഈ മുതലായ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ 1948 47-48 കാലഘട്ടങ്ങളിൽ എത്രയധികം രാജ്യങ്ങളാണ് തളിർത്തത്, സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത്. അനേക രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. കണ്ട് ഇത് അങ്ങനെ നമുക്ക് ചിന്തിക്കാം. മറ്റൊരു ഭാഗത്തൂടെ ചിന്തിച്ചാൽ പൊളിറ്റിക്കൽ യഹൂദൻ തളിർത്തു, പൊളിറ്റിക്കൽ ഇസ്രയേൽ തളിർത്തു. അതുപോലെ തന്നെ ഒലിവെന്ന് പറഞ്ഞാൽ റിലീജിയസ് ജൂ. ഒലിവെന്ന് പറയുന്നത് അവരുടെ റിലീജിയനെ കാണിക്കുന്ന റിലീജിയസ് ജൂ തളിർത്തു. ഇനിയും അവന്റെ ആത്മീയത്തെ കാണിക്കുന്നതാണ് മുന്തിരിച്ചെടി. അപ്പൊ ഒലിവ്, അത്തി, ഒലിവ്, മുന്തിരി ഇവയെല്ലാം തളിർത്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ അടയാളങ്ങളും കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ ഇനി നടക്കാനുള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. എല്ലാ അടയാളങ്ങളും പ്രത്യേകിച്ച് പ്രാവചനികമായിട്ടുള്ള എല്ലാ അടയാളങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്ന ഒരു സമയമാണ്. ഇത് പലതും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രാവചനിക ശബ്ദങ്ങൾ അതിനെ ആത്മീകമായിട്ട് അതിനെ മനസ്സിലാക്കിയെങ്കിൽ, സ്പിരിച്വലി അതിനെ മനസ്സിലാക്കിയെങ്കിലേ ഈ ദൈവത്തിന്റെ വാക്കുകളെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും കർത്താവിന്റെ വരവിന് മുമ്പേ നടക്കുന്ന ഓരോ അടയാളങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് തന്നെ അനേകർ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് അനേകർ കർത്താവിലേക്ക് കൂടുതൽ അറിയുകയും കർത്താവിലേക്ക് കൂടുതൽ അടുക്കുകയും കർത്താവിലേക്ക് വിശുദ്ധീകരിക്കപ്പെടുകയും വീണ്ടും ഒരുക്കപ്പെടുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന അനേക സമയങ്ങളുണ്ട്. പക്ഷെ മറ്റു ചിലര് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വശങ്ങളിലേക്ക് പോവാം. അനേകരുടെ വിശ്വാസം തണുക്കും, അനേകർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും, അനേകർ സാത്താന്റെ പുറകെ പോകും എന്ന് തുടങ്ങിയുള്ള ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക പാസ്റ്ററെ. ഇനിയും നോക്കിയേ, ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മഹത്തായ ഇസ്രയേൽ വരും എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അത്രയും ഡീറ്റെയിലേക്ക് പോകാൻ പറ്റുമെന്ന്. കാരണം ഒലിവ് മല പിളരുന്നതിനെ കുറിച്ചും മശീഹ വന്ന് കാലുവെക്കുന്ന സമയത്ത്, അതിനു മുമ്പേ ഇനി രണ്ടാമത്തെ കർത്താവിന്റെ വരവിന് മുമ്പേ യെരുശലേം ആകും സകലത്തിന്റെ ക്യാപിറ്റൽ. പക്ഷെ 1967 ഇസ്രയേലിന് ജെറുസലേം കിട്ടുന്നത്. ഇസ്രയേലിന് അന്ന് ക്യാപിറ്റൽ ആയിട്ടില്ല. 67 യുദ്ധത്തിൽ പിടിച്ചതേ ഉള്ളൂ. 67 യുദ്ധത്തിൽ പിടിച്ചതേ ഉള്ളൂ. ഇസ്രയേലിന്റെ യെരുശലേമിനെ ക്യാപിറ്റൽ ആക്കുന്നതും അത് ഡിക്ലെയർ ചെയ്യുന്നതും അമേരിക്കന്റെ എംബസി അങ്ങോട്ട് മാറ്റുന്നതും 2018 ഓക്കെ. അവര് പറയുന്നുണ്ട് യെരുശലേം ഞങ്ങളുടെ ഫോർ എവർ ഞങ്ങളുടെ ക്യാപിറ്റൽ ആയിരിക്കും, ഞങ്ങളുടേത് മാത്രമായിരിക്കും. ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രാവശ്യമൊക്കെ ഡിക്ലെയർ ചെയ്ത ഈ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ജെറുസലേം ഞങ്ങളുടെ മാത്രമായിരിക്കും, ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുന്നത് പൊസസീവായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് യെരുശലേം മഹാരാജാവിന്റെ നഗരമാകണം. പക്ഷെ ഒരു ഭാഗത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ യെരുശലേമിനും ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുക്കോടും ചിട്ടയോടും നടക്കേണ്ടതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ മറുഭാഗത്ത്
സാത്താൻ അവന്റെ പദ്ധതികൾ എങ്ങനെയൊക്കെ വഞ്ചിക്കാമോ, എങ്ങനെയൊക്കെ തെറ്റിക്കാമോ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു സൈഡില് ലോകത്തിന്റെ വഴിയിൽ കൂടെ, അല്ലെങ്കിൽ ലോകത്തിന്റെ സമയം അനുസരിച്ച് പോകുന്നു. നമ്മൾ ഇതിനകത്ത് ഏതിനെ നോക്കും? നമ്മള് ഇടതുവശത്തേക്ക് അല്ലെങ്കിൽ സാത്താന്യ കാര്യങ്ങളേക്ക് മാത്രം നോക്കിയാൽ നമ്മൾ അങ്ങനെയുള്ളവർ മനസ്സിലാക്കും കർത്താവ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സാത്താന്റെ രാജ്യമാണ് ഏറ്റവും വലുത്, സാത്താൻ അതിന്റെ പൂർണ്ണതയിൽ പിടിമുറുക്കുന്നു എന്ന് സാത്താന്റെ പ്രവർത്തികളും അവന്റെ സിസ്റ്റങ്ങളെല്ലാം നോക്കുമ്പോൾ, ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ വർഷേ, സാത്താൻ അവന്റെ ഒരു പൂർണ്ണ തീവ്രമായിട്ട് അവന്റെ ആ മൂർച്ഛന്യ അവസ്ഥയിൽ അല്പകാലമേ ഉള്ളെന്നറിഞ്ഞ് പ്രവർത്തിക്കുന്നെന്ന് പറയുന്നത് പോലെ അവൻ അതിന്റെ തീവ്രതയിൽ പ്രവർത്തിക്കാം. ഓരോ കാര്യങ്ങൾ അതുപോലെ മ്ലേച്ഛതയും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും എങ്ങനെ ഏതൊക്കെ മനുഷ്യനെ വ്യതിചലിപ്പിക്കാം ആ രീതികളിലെ നടക്കാം. ഇവിടെ ഫോക്കസ് ചെയ്താൽ ആ വ്യക്തി അതിനകത്തേക്ക് ആയിപ്പോകും. സെയിം ടൈം യഹൂദനെ മടക്കി ദൈവം എല്ലായിടത്തു നിന്നും മടക്കി വരുത്തിക്കൊണ്ടിരിക്കുക. യഹൂദന്റെ ലൈഫിനകത്ത് അവൻ തളർത്തുകൊണ്ടിരിക്കുക. അവന്റെ ലൈഫിൽ അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്തെന്ത് കാര്യങ്ങളാ! ഹീബ്രു എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് എലൈവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. പക്ഷേ പെട്ടുപോയ സാധനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ലെന്ന് പറഞ്ഞ കാര്യം എനിക്കൊന്ന് 1980-കളിലോ ആ കാലഘട്ടങ്ങളിലാണ് ഹീബ്രു ലാംഗ്വേജ് വീണ്ടും എലൈവായി. കാരണം യഹൂദൻ ചിതറിപ്പോയതാ. അതോടുകൂടി അവന്റെ ലാംഗ്വേജ് എല്ലാം പോയി. അവൻ പോയ കൾച്ചറുകളിൽ പോലും ഇതെല്ലാം മിക്സ്ഡ് ആയി പോയി. പക്ഷെ പിന്നീട് ഇവർ രണ്ടാമത് ഇന്ന് അവര് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തി അരാമിക്ക് എന്തിയേ, അല്ലെങ്കിൽ അടുത്ത അരാമിക്കല്ല വേറെ ലാംഗ്വേജ് എന്തിയേ? അവർ ചോദിക്കുക എന്തി ഗ്രീക്ക് കൾച്ചർ എന്തിയേ, കുറെ കൾച്ചറിനെ കുറിച്ച് എന്തിയേ? അതെല്ലാം പോയി. പക്ഷെ യഹൂദന്റെ മീതെ ദൈവത്തിന്റെ പദ്ധതി ഉള്ളതുകൊണ്ട് ദൈവം ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുക. നമ്മൾ ഏത് വശത്തേക്കാ നോക്കുന്നത് അത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കും. നമ്മൾ കർത്താവ് ഇതിന്റെ എല്ലാം അടയാളങ്ങൾ ഓരോന്നോരോന്ന് തന്റെ വരവിന് മുമ്പേ ഉള്ളത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്തു പറയുന്നു? ലോകം ഒരു വഴി കൂടെ പോകുന്നു, പിശാച് ഒരു വഴി കൂടെ മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ അടയാളങ്ങളും അവരുടെ ഒരുക്കങ്ങളും പ്രിപ്പറേഷനും എല്ലാം വരാനുള്ളതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. യഹൂദന്മാരുടെ അകത്തുനിന്ന് തന്നെ അനേകര് കർത്താവിനെ അറിയുന്ന ഒരു നാളുകൾ വരും, ഒരു ശേഷിപ്പുണ്ടാവും. പക്ഷെ അതും നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ കർത്താവിന്റെ റോമാലേഖനത്തിലെ പ്രത്യേകിച്ച് ഈ റോമാലേഖനം 9 മുതൽ 11 വരെ പൗലോസ്ലീഹായുടെ വലിയ കൺസേൺ എന്ന് പറയുന്നത് യഹൂദനാണ്. അതെ. ആ 3 അധ്യായത്തിലും പൗലോസിന്റെ ഒരു ഭയങ്കര വാഞ്ച ഈ യഹൂദനെ എങ്ങനെയെങ്കിലും ഈ രക്ഷണീയ പദ്ധതിയിലേക്ക് കൊണ്ടുവരണം. അപ്പം പൗലോസ് അതിനകത്ത് ഉപയോഗിക്കുന്ന പദങ്ങൾ ജാതികളെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തണമെന്നാണ്. പൗലോസ് ജാതികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത് ജാതികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പൗലോസിന്റെ വലിയ ആഗ്രഹം യവനെ കണ്ടിട്ടെങ്കിലും യഹൂദൻ യേശുവിലേക്ക് തിരിയണമെന്നാണ്. അതിനകത്ത് പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11-ാം അധ്യായത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം, യഹൂദൻ ഒന്നിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്, ജാതിയുടെ പൂർണ്ണസംഖ്യ തികയോളം യഹൂദന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അതായത് ജാതിയുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുമ്പോൾ പൗലോസിന്റെ പ്രയോഗങ്ങൾ അങ്ങനെയാണ്. ഒന്ന്, പൗലോസ് പറഞ്ഞ ഒരു പദം ഗലാത്യ ലേഖനത്തിൽ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. ഒരു അപ്പോയിന്റഡ് ടൈം എന്ന അർത്ഥം. യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഡേറ്റും തീയതിയും വെച്ച് കൃത്യമായിരുന്നു. ഇതുപോലെ തന്നെ കർത്താവിൻ്റെ രഹസ്യവരവിന്, അതായത് സഭയെ എടുക്കാനുള്ള രഹസ്യവരവിന്, ജാതികൾക്ക് വേണ്ടി ഉള്ള ടൈം, കൃപയുടെ യുഗം, ഇത് അവസാനിക്കാൻ കൃത്യമായൊരു സമയമുണ്ടെന്നാണ് പൗലോസ് നൽകുന്ന സൂചന. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം, അവർക്ക് കൊടുത്ത ടൈം തികയുവോളം യഹൂദൻ അംശമായ കാഠിന്യം ഭവിക്കുന്നു. എന്നാൽ യഹൂദന്റെ യഥാസ്ഥാനം അവിടെ പൗലോസ് പറയുന്നത് നമ്മുടെ ഉൽപ്രാപണത്തിന് കാരണമാവും. അപ്പൊ പൗലോസ് ഈ സംഭവങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? സഭ ഇന്ന് ഭൂമിയിലുണ്ട്, സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന ടൈമിംഗ് ഉണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുമ്പോൾ അത് സംഭവിക്കും. ആ ടൈമിങ്ങിൽ തന്നെ അപ്പുറത്ത് സംഭവിക്കുന്ന കാര്യമാണ് യഹൂദന്റെ യഥാസ്ഥാപനം. ഇവിടെ ഒരു നല്ല ബ്രാഞ്ചിനെ ഒടിച്ചു കളഞ്ഞിട്ട്, യഹൂദൻ എന്ന നല്ല ബ്രാഞ്ചിനെ ഒലിവ് വൃക്ഷത്തിൽ ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവായിരുന്ന ജാതി അവിടെ ഒട്ടിച്ചു.
അതെ. ഇനി എന്താ ചരിത്രത്തിൽ സംഭവിക്കുന്നത്? ഈ കാട്ടൊലിവായിരുന്ന ഒട്ടിക്കപ്പെട്ട ജാതിയെ അവിടെ നിന്ന് ഉൽപ്രാപണത്തിലൂടെ, പൗലോസ് ഉപയോഗിക്കുന്ന പദം മലയാള ബൈബിളിൽ ഉൽപ്രാപണം എന്നാ അല്ലേ, അതെ 11-ാം അതെ അതെ അധ്യായത്തിൽ ആണ് ആണ് ആണ്. ഉൽപ്രാപണത്തിലൂടെ എടുക്കുമ്പോൾ ഉം. ആ ഒടിച്ച യഹൂദനെ തിരിച്ചവിടെ ഒട്ടിക്കുന്നു, ഉം. യഹൂദിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. ഉം. ഒരു ജനത മുഴുവൻ ഒന്നിച്ച് കർത്താവിനെ സ്വീകരിക്കുന്നു, മടങ്ങി വരുന്നു. പാസ്റ്റർ ഉം. പറയത്തില്ലേ, ഒരു ജനത മുഴുവൻ ഒന്നിച്ച്. പൗലോസ് റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ കാലഘട്ടത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അതിൻ്റെ ഒരു മീനിങ്, ശരിക്കും ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന് ജാതികളുടെ കാലം, സഭായുഗം, കൃപായുഗം, ഈ യുഗത്തിലും യഹൂദൻ ഒന്നിച്ച് രക്ഷിക്കപ്പെടുന്നില്ല. പക്ഷെ ഒരു മൈനോറിറ്റി കൃപയാൽ സഭയുടെ ഭാഗമായിട്ടുണ്ട്. പൗലോസുണ്ട്, പീറ്ററുണ്ട്. യഹൂദന്മാർ കുറേ പേര് കാഠിന്യമില്ലാതെ മൂടുപടം മാറി യേശുവിനെ പിൻപറ്റുന്ന ഒരു ശേഷിപ്പ് ഈ കാലഘട്ടത്തിലുമുണ്ട്. പക്ഷെ ഇൻ ഫ്യൂച്ചർ ഈ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ യഹൂദനോടുള്ള പഴയ എല്ലാ ഉടമ്പടികളെയും കർത്താവ് റിന്യൂ ചെയ്തിട്ട് ആ യഹൂദനെ ഒരു ജാതിയെ ഒന്നിച്ച് തിരിച്ച് സ്വീകരിക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നു. സെഖര്യാവ് 12 പറയുന്ന പോലെ അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്നും അല്ലേ, അവർ ഒന്നിച്ചൊരു മാനസാന്തരത്തിലേക്ക് അവർക്ക് ഉറപ്പാകും അവരുടെ മശിയ തന്നെയാണ് യേശു എന്ന് ഉറപ്പാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നും ഒക്കെ ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ പറഞ്ഞു വരുമ്പോഴേ പാസ്റ്റർ എന്തെങ്കിലും പറയണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇല്ല പാസ്റ്റർ പറഞ്ഞു, കണ്ടിന്യൂ ചെയ്തു. പാസ്റ്റർ പറഞ്ഞു, ഞാൻ സെക്രിയ പ്രവാചകനിലെ വാക്യം നോക്കുമായിരുന്നു. പറഞ്ഞു പാസ്റ്റർ. 12-ാം അധ്യായത്തിലെ വാക്യം, അതായത് അവർ കുത്തിയവങ്കിലേക്ക് നോക്കും, കുലമായി കുടുംബമായി അവർ കരവാനിടിയായി തീരും ഇത്യാദി വചനങ്ങൾ. പാസ്റ്റർ ഞാൻ ഒന്ന് ഈ നമ്മുടെ സെഷൻ ഒത്തിരി നമുക്ക് ദീർഘമാക്കാനൊക്കത്തില്ലല്ലോ, ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറാണ് പറയാൻ പോകുന്നത്. അതായത് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. എന്തുകൊണ്ടാണ് എടുക്കപ്പെടുന്നതെന്ന് പറയുന്നതെന്ന് അറിയാം. ഞാൻ ഒരു ഈ പറഞ്ഞ പോലെ പാഠഭേദം ചെയ്തിരുന്നു. എന്തുകൊണ്ട് ഞാൻ റാപ്ചറിൽ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അതിൻ്റെ കാരണം ഈ വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നോക്കിയാൽ കുറേ വാക്യങ്ങൾ നമ്മൾ ഒന്നിച്ചൊന്ന് നിരത്തി വെക്കുക. യേശു കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് രണ്ടിടത്തുമുള്ള പ്രവചനങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുക. അത് വായിച്ചാൽ, ഇൻഡിവിജ്വലായിട്ട് ഓരോ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കുറേ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു നാം എടുക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു, അവനോടുകൂടെ മധ്യാകാശത്തിലായിരിക്കും. അല്ലെങ്കിൽ യേശു കർത്താവ് യോഹന്നാൻ 14 തന്നെ പറഞ്ഞ എന്താ, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയ ശേഷം നിങ്ങളെ ചേർത്തുകൊള്ളും അല്ലേ. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ എടുക്കപ്പെടും. അപ്പോൾ ഈ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളിൽ നമുക്ക് കുറേ ഭാഗങ്ങളിൽ എടുക്കപ്പെടുമെന്ന് കാണുന്നു. എന്നാൽ കുറേ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന കർത്താവ് ഭൂമി വന്ന് ഭരിക്കുമ്പോൾ നാം അവനോടുകൂടെ ഭരിക്കുന്ന. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു എസൻഷ്യൽ കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ എന്താണെന്നറിയാമോ? നമ്മൾ എടുക്കപ്പെടും എന്നുള്ളതാണോ സത്യം, അതോ കർത്താവ് ഭൂമി വന്ന് ഭരിക്കും എന്നുള്ളതാണോ സത്യം? അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം? ഇത് മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഒരേ സംഭവമല്ല. അതായത് എടുക്കപ്പെടും എന്ന് പറയുന്ന സംഭവവും ഭൂമിയിൽ കർത്താവ് വന്ന് ഭരിക്കും എന്നുള്ള സംഭവവും ഇത് രണ്ട് സംഭവമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അഡ്വൈസ് ചെയ്യുന്നത്, ഇങ്ങനെ വാക്യങ്ങൾ മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്നില്ലേ, ഈ വാക്യങ്ങളെ രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക. അതായത് എടുക്കപ്പെടും എന്ന് പറയുന്ന വാക്യം എല്ലാം കൂടെ എടുത്ത് ഒരു ബോക്സിലോട്ട് ഇടുക. കർത്താവ് ഭൂമി വന്ന് ഭരിക്കും എന്ന് പറയുന്ന വാക്യം എല്ലാം എടുത്തിട്ട് 2 ബോക്സിലോട്ട് ഇടുക. ഒരു ബോക്സിൻ്റെ മണ്ടയിൽ നിങ്ങൾ എടുക്കപ്പെടും എന്ന് എഴുതുക, മറു ബോക്സിൻ്റെ മണ്ടയിൽ ഭൂമിയിൽ ഭരിക്കും എന്ന് എഴുതുക. എന്നിട്ട് പഠിച്ചു നോക്കുക. എന്നിട്ട് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചിത്രമാണ് കർത്താവ് തൻ്റെ സഭയെ രഹസ്യമായി ഭൂമിയിൽ നിന്ന് എടുക്കും. അത് കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ഫേസ് 1. രണ്ടാമത് കർത്താവ് ഭൂമിയിൽ തൻ്റെ സഭയോടുകൂടി ഇറങ്ങി വന്ന് കർത്താവ് ഭൂമിയിൽ ഭരിക്കും. അത് കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ഫേസ് 2. കർത്താവിൻ്റെ മടങ്ങി വരവ് അപ്പോൾ 2 ഉണ്ടോ? ഇല്ല. കർത്താവിൻ്റെ മടങ്ങി വരവ് ഒന്നേ ഉള്ളൂ. പക്ഷെ ആ മടങ്ങി വരവിന് 2 ആമുഖങ്ങളുണ്ട്, ഫേസ് 1, ഫേസ് 2. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് കൂടുതൽ എളുപ്പം മനസ്സിലാക്കും. കാരണം ഞാൻ താമസിക്കുന്ന ലൊക്കേഷൻ്റെ പേര്, ഞാൻ ഇരിക്കുന്ന ബിൽഡിങ് ഗോൾഡൻ നെസ്റ്റ് ഫേസ് 6 ആണ്.
അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഒരു വലിയ ബിൽഡിംഗ് പ്രൊജക്റ്റ്, ഇത് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ഫ്ലാറ്റുള്ള ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ആ ബിൽഡർ എല്ലാം കൂടെ ഒന്നിച്ച് പണി തുടങ്ങത്തില്ല. ബിൽഡറിന് ഇപ്പോൾ ഒരു 50 ഏക്കർ ലാൻഡ് ഉണ്ട്, പുള്ളിക്ക് അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അദ്ദേഹം പല ഫേസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രൊജക്റ്റ് ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ, പക്ഷേ ഡെവലപ്പ് ചെയ്തത് പല ഫേസ് ആയിട്ടാണ്. ഫേസ് 1 കുറേ ബിൽഡിംഗ് ഉണ്ടാക്കി, അത് വിറ്റ് കഴിഞ്ഞപ്പോൾ ഫേസ് 2 തുടങ്ങി. ഞാൻ ആയിരിക്കുന്നത് ഫേസ് 6 ആണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫേസ് 27 വരെയൊക്കെ ഈ പ്രൊജക്റ്റ് ഉള്ളതായിട്ട് എനിക്കറിയാം. ഒത്തിരി ബിൽഡിങ്ങുകളുള്ള ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ഈ താമസിക്കുന്ന ഏരിയ. ഞങ്ങളുടെ ഈ ലൊക്കേഷനിലെ പണ്ട് തുടങ്ങിയ പ്രൊജക്റ്റ് ഇന്നും അത് തീർന്നിട്ടില്ല. ഇന്നും അതിൻ്റെ ലേറ്റസ്റ്റ് ഫേസസ് അവർ പണിതുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫേസ് 1 ഫേസ് 2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പ്രൊജക്റ്റ് 1 സെക്കൻഡ് കമ്മിങ് 1 മാത്രം. കേൾക്കണമേ, പിതാവ് പുത്രനോട് പറയുന്നു നിന്റെ മണവാട്ടിയെ വിളിച്ചോണ്ട് വാ. പിതാവ് പുത്രനോട് പറയുന്നു നിന്റെ മണവാട്ടിയെ വിളിച്ചോണ്ട് വാ. അപ്പം പുത്രൻ എന്ത് പറയുന്നു? പുത്രൻ മധ്യാകാശത്തിൽ വന്ന്, ഭൂമി വന്നില്ല, അതെ, മധ്യാകാശത്തിൽ വന്ന് ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിൽ വിളിക്കുമ്പോൾ മണവാട്ടി രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുന്നു. മണവാട്ടി എടുക്കപ്പെടുന്നു. മണവാട്ടിയും മണവാളനും അവൻ ഒരുക്കിയ സ്ഥലത്തേക്ക് പോകുന്നു. അല്ലേ? മണവാളൻ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് യേശു കർത്താവ് പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന്. മനസ്സിലായോ? അതായത് ഇത് പിതാവിരുന്ന സ്വർഗമാണോ? അല്ല, അവിടുന്ന് പുത്രൻ ഇങ്ങി വന്നു. മധ്യാകാശം, മിഡ് എയർ. ഈ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ എന്നൊരു വചനമില്ലേ? അവൻ ആകാശമാർഗത്തിലൂടെ തിരിച്ചു വരുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, പുത്രന് വേണ്ടി മണവാട്ടിയോടൊപ്പം വസിക്കാൻ ഒരു വാസസ്ഥാനമുണ്ട്. പിതാവിൻ്റെ ഭവനമല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ഇന്ന് വലതു ഭാഗത്തിരിക്കുന്ന എല്ലാ വാഴ്ചയ്ക്കും എല്ലാം അധികാരത്തിനും മേലായ സ്ഥാനം അല്ല. ഈ ലൂസിഫർ കയറാൻ ആഗ്രഹിച്ച സമാഗമ പർവ്വതമല്ല. അങ്ങനെ ഒരു വചനമുണ്ട്. അതാണ് സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗങ്ങളും മീതെയുള്ള സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും. ഇപ്പൊ ടോപ്പ് മോസ്റ്റ് ഹെവനിലാണ്, അല്ലേ? എല്ലാ നാമത്തിനും മേലായ, എല്ലാ വാഴ്ചയ്ക്കും മേലായ സ്ഥലത്താണ് ഇന്ന് പിതാവ് ഇരിക്കുന്നത്. പിതാവിന്റെ വലത് ഭാഗത്താണ് പുത്രൻ ഇരിക്കുന്നത്. ഇതാ വേദവസം പറയുന്നത്, അല്ലേ? അങ്ങനെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ ആ പുത്രൻ, പിതാവ് പറയുന്നു മണവാട്ടിയെ കൊണ്ടുവരിക. മണവാട്ടിയെ കൊണ്ടുവരാൻ പുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ ഒരുക്കിയ ഒരു വാസസ്ഥാനമുണ്ട് മണവാട്ടിക്ക് വേണ്ടി. അവിടേക്ക് മണവാട്ടി സഭയെ കൊണ്ടുപോകുന്നു. അതിനാണ് നമ്മൾ മധ്യാകാശ വാഴ്ച എന്ന് പറയുന്നത്. 7 വർഷം മധ്യാകാശ വാഴ്ച. 7 മിനിമം എന്നുള്ളതാ കേട്ടോ. കാൽക്കുലേഷൻസ് പലതുണ്ട്. എൻ്റെ പപ്പായ്ക്കൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായം, ദൈവമക്കളോട് പറയാ, കർത്താവ് സഹായിച്ചാൽ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം എഴുതണം എന്നെൻ്റെ വലിയ സ്വപ്നമാണ്. കാരണം എൻ്റെ പിതാവ് മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം എഴുതാനുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് അദ്ദേഹം നിത്യത്തിലേക്ക് ചേർക്കപ്പെടുന്നത്. എൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം ഒരു ദേവദാസൻ എന്നോട് ദൂത് പറഞ്ഞത് ഇങ്ങനെയാ: യെരമ്യാവ് എഴുതിയ ചുരുളുകളെ രാജാവ് കത്തിച്ച് കളഞ്ഞു, പക്ഷേ ബാരൂക്കിനോട് യെരമ്യാവ് പറഞ്ഞു, അതെല്ലാം നിൻ്റെ ഓർമ്മയിലുണ്ട്, നീ എഴുതുക. നീയാണ് ആ ബാരൂക്ക്. നിൻ്റെ പിതാവിൻ്റെ ചുരുളുകളെ ശത്രു കത്തിച്ച് കളഞ്ഞു, അത് നിൻ്റെ ഓർമ്മയിലുണ്ട്, നീ എഴുതണം. അപ്പോൾ എൻ്റെ പപ്പ എഴുതാനിരുന്നതും കൂട്ടത്തിൽ ഞാൻ പഠിച്ചതും ഒക്കെ ഒന്നിച്ചു വെച്ചിട്ട് എന്നെങ്കിലും കർത്താവ് കൃപ ചെയ്താൽ, ആരോഗ്യം തന്നാൽ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്തമാകുന്ന ചിന്തകൾ ഇതിനകത്തുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എൻ്റെ പപ്പയുടെയൊക്കെ അഭിപ്രായത്തിൽ മധ്യാകാശ വാഴ്ച 7 വർഷമല്ല പാസ്റ്ററെ, അതൊരു ട്രഡീഷണൽ പഠിപ്പില്ല കേട്ടോ. ട്രഡീഷണലായിട്ട് ആളുകൾ 7 വർഷം എന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ എൻ്റെ പപ്പയൊക്കെ ആർഗ്യൂ ചെയ്യുന്നത്, പപ്പയൊക്കെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്, കാരണം ഞാൻ പറഞ്ഞല്ലോ, പപ്പ എന്താണ് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിൽ എഴുതാനിരുന്നത്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് പുസ്തകം എഴുതുമ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ഈ ബാബിലോൺ, മഹദിയാം ബാബിലോണിനെ കുറിച്ചുള്ള ഒരു എൻ്റെ പപ്പയുടെ റെവലേഷൻ എന്ന് പറയട്ടെ, ഭയങ്കര ഡെപ്തായിരുന്നു അത്. എനിവേ, ഈ പറഞ്ഞ സഭ 7 വർഷമോ 7-ലധികം വർഷമോ എന്തുമാകട്ടെ മധ്യാകാശത്ത് വസിക്കുന്നു. അതാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥാനങ്ങളുള്ളത്. അല്ലാതെ പിന്നെ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ ഈ IPC-ക്കാർക്കും ചർച്ചകൂടുകാർക്കും AG-ക്കാർക്കൊക്കെ വ്യത്യസ്ത റൂമായിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ ഉള്ള ഡിനോമിനേഷൻസിന് വേണ്ടിയുള്ള റൂമൊന്നുമല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞത് മധ്യാകാശ വാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വാഴ്ച. കർത്താവിൻ്റെ മടങ്ങി വരവ്, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ പുറപ്പെട്ടു, മിഡ് എയറിൽ വന്നു, മധ്യാകാശ വാഴ്ച വന്നു, സഭയെ ചേർത്തു. അത് ഫേസ് 1 ആണ്, 1-ാമത്തെ ഘട്ടമാണ്. എന്നാൽ ഭൂമിയിൽ കാല് വെച്ചില്ല.
പിതാവിൻ്റെ ഇരുന്ന സമാഗമ പർവ്വതത്തിലേക്ക് ബ്രൈഡിനെ കൊണ്ട് പോയുമില്ല. പിന്നെ എവിടെയാണ്? ഒരുക്കിയ വാസസ്ഥാനത്ത്, അല്ലേ? സ്ഥലം ഒരുക്കാൻ പോകുന്നല്ലേ? അതെ, അതെ. ഒരുക്കിയ വാസസ്ഥാനത്ത് പിന്നെ നടക്കുന്നത് ഈ പറഞ്ഞ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ. അതിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ആൻറ്റിക്രൈസ്റ്റിൻ്റെ പ്രവർത്തികൾ, ഭരണം നടക്കുകയാണ്. യാക്കോബിൻ്റെ കഷ്ടകാലം എന്നതിനെ വിളിക്കുന്നു. വലിയ ഉപദ്രവത്തിലൂടെ ഇസ്രയേൽ കടന്നു പോകുന്നു. ഈ മധ്യാകാശ വാഴ്ചയ്ക്ക് ഒത്തിരി തെളിവുകളുണ്ട്. അതിനൊരു വളരെ പ്രധാനപ്പെട്ട തെളിവാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അപ്പോൾ മധ്യാകാശ വാഴ്ച ഇല്ല, ഭൂമിയിൽ തന്നെയാണ് കർത്താവ് മടങ്ങി വരുന്നത്. നമുക്ക് ഒന്നിച്ച് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെടേണ്ട ആവശ്യമില്ല പാസ്റ്ററെ. നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭൂമി ജീവിക്കാൻ വേണ്ടിയാ. നമ്മൾ എന്തിനാ രൂപാന്തരപ്പെടേണ്ടത്? കാരണം ആ വീട്ടിൽ പോകണമെങ്കിൽ ഈ ശരീരം പോരാ. ശരിയല്ലേ? അല്ലെ പിന്നെ ഈ കർത്താവ് മഹത്വ പ്രത്യക്ഷത മാത്രമേ ഉള്ളൂ. റാപ്ചർ ഇല്ലെങ്കിൽ കർത്താവ് ഭൂമി വരുന്നു, നമ്മൾ കർത്താവിനോട് ഭരിക്കുന്നു. ഭൂമി മാറുന്നില്ലല്ലോ. ഈ ബോഡി രൂപാന്തരപ്പെടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അപ്പൊ അവിടെ തന്നെ ക്ലിയർ ആണ്, രൂപാന്തരം പ്രാപിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം മധ്യാകാശത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അസ്ട്രോനോട്ട്സ് മടങ്ങി വന്നില്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഞാൻ കുറെ ചെയ്തിരുന്നു. യൂറി ഗഗാറിൻ്റെ അനുഭവങ്ങൾ വായിച്ചപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ശൂന്യാകാശത്ത് പോയപ്പോൾ മാംസം പിടിച്ചു പറിക്കുന്ന വേദന താൻ അനുഭവിച്ചെന്ന് പറഞ്ഞു. കാരണം അന്നത്തേക്ക് സ്പേസ് സൂട്ട് അത്രയുമേ ഉള്ളൂ. ഭയങ്കര വേദന സഹിച്ച് അദ്ദേഹം പോയത്, മധ്യാകാശത്തേക്ക് പോയത്. അപ്പോൾ ഈ ശരീരം കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈ ശരീരം രൂപാന്തരപ്പെടണം. മൺമയമായത് ഇത് വിൺമയമായത് ആയി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് വിണ്ണിലേക്ക് എടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് രൂപാന്തരം പ്രാപിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു തെളിവാണ്. നമ്മുടെ ഈ മോർട്ടൽ ബോഡി, ഈ ഫിസിക്കൽ ബോഡി ആ സ്വർഗീയമായതിന് വേണ്ടി തയ്യാറാകണം എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസാണ്. മധ്യാകാശ വാഴ്ച ഉണ്ടെന്നുള്ളതിൻ്റെ എവിഡൻസാണ്. എന്തായാലും ചോദ്യങ്ങളുണ്ടാകാൻ നമുക്ക് ആൻസറൊക്കെ സമയം കിട്ടുന്ന പോലൊക്കെ കൊടുക്കാം. എന്തായാലും ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ അവസാനമാണ് ഈ പറയുന്ന ഭൂമിയിലുണ്ടാകുന്ന ആൻറ്റിക്രൈസ്റ്റുമായിട്ടുള്ള യുദ്ധം. അതിനാണ് ഈ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. ഹർമഗദോൻ യുദ്ധം പലപ്പോഴും പല ആളുകൾക്കും ഈ ഹർമഗദോൻ യുദ്ധവും ഗോഗ് മാഗോഗ് യുദ്ധവും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. അവരുടെ ചിന്ത ഇതെല്ലാം ഒന്നാണ്. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞ എസെക്കിയേലിൽ പറഞ്ഞ യുദ്ധവും ഹർമഗദോൻ യുദ്ധവും രണ്ടാണ്. ഗോഗ് മാഗോഗ് യുദ്ധം ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭൂമിയിലെ നേതാവും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന യുദ്ധമാണ്. പക്ഷേ ഹർമഗദോൻ യുദ്ധം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സൈന്യം ഇറങ്ങി വന്ന് ആൻറ്റി ക്രൈസ്റ്റും അവൻ്റെ സൈന്യവുമായിട്ട് പടവെട്ടുകയാണ്. അതിനെ നമുക്ക് യുദ്ധം എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല പാസ്റ്ററെ. കാരണം ഇവിടെ ബോംബിടുകയോ ഇവിടെ തോക്ക് വെച്ച് വെടിയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വർഗീയ സൈന്യം ഇറങ്ങി വരുന്നത് അല്ലേ? വചനം പറയുന്നത് അവൻ തൻ്റെ മൂക്കിലെ ശ്വാസത്താൽ അവരെ ഒടുക്കിക്കളയുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സൈന്യം ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ സമയം ഒലിവുമലയിൽ പാദം വെക്കുമ്പോഴേ ഒലിവുമല രണ്ടായി പിളരുന്നു. പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ ആൻറ്റി ക്രൈസ്റ്റും അവൻ്റെ സൈന്യം ചിതറിപ്പോവുകയാണ്. കർത്താവിൻ്റെ മൂക്കിലെ ശ്വാസത്താൽ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നെന്ന് വചനം പറയുന്നെങ്കിൽ കർത്താവിൻ്റെ ആ ഒരു ശ്വാസം വീഴുമ്പോൾ തന്നെ അവനൊന്നും പറയുക പോലും വേണ്ട, ഈ ആൻറ്റിക്രിസ്റ്റും സൈന്യവും നിലം പരിശാകുക. പിന്നെ സാത്താനെയും കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും അന്നേരം തന്നെ അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക? എടുത്ത് ഇടുക. സാത്താൻ ഇല്ലാത്ത ലോകം, ആൻറ്റിക്രൈസ്റ്റ് ഇല്ലാത്ത ലോകം, ആ ലോകത്ത് 1000 ആണ്ട് യേശു ഭരിക്കുകയാണ് ചെയ്യുന്നത്. അത് യഹൂദനോടുള്ള എല്ലാ വാഗ്ദത്തങ്ങളുടെയും നിവൃത്തി. അവിടെയാണ് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം. അതായത് ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളെയും നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ന്യായം വിധിക്കും. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ 12 പേർക്ക് കൊടുത്ത വാഗ്ദത്തം എന്താണെന്ന് പറയുക? ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുന്ന. അപ്പോൾ അതിനകത്ത് എനിക്കൊരു സന്തോഷമുണ്ട് പാസ്റ്ററെ. കാരണം അവർ ഇസ്രയേലിനെ ഭരിച്ചോട്ടെന്നേ, ബാക്കി ഇന്ത്യയും ആഫ്രിക്കയും പാകിസ്ഥാനും ഒക്കെ ഭരിക്കാൻ ആ ദേശങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അറിയത്തില്ല ഇന്ത്യയുടെ ഏതൊക്കെ പ്രവിശ്യ ആരെയൊക്കെ ഭരിക്കാൻ ഏൽപ്പിക്കുന്നത്. എന്തായാലും വചനം പറഞ്ഞത് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. തിമോഥെയോസിന്റെ ലേഖനം, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം സഹിച്ചാൽ നാം അവനോട് കൂടെ വാഴുന്ന
ഒരു ദിവസമുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് ഈ എൻ്റെ ഒരു ആഡ് ചെയ്ത അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്ററെ. കൂടെ പറഞ്ഞോട്ടെ. പക്ഷേ ഈ വാഴുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതിനകത്തൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ന് നമ്മളെ ദൈവം പൊസിഷൻ ചെയ്ത്, ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് ഏൽപ്പിച്ചേക്കുന്ന ചില ടെറിട്ടോറിയൽ അനോയിന്റിങ് ആണ്. അല്ലെങ്കിൽ ഒരു ജാതിയുടെ മീതെ, ഒരു ദേശത്തിന്റെ മീതെ അങ്ങനെ ഒരു അനോയിന്റിങ് ആണ്. നമ്മൾ അതിനകത്ത് ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ ദൈവം ആ ദേശത്തെ വാഴാനുള്ള റൈറ്റ് ആയിരിക്കും നിത്യതയിൽ പോലും ദൈവം നമുക്ക് തരുന്നത്. കാരണം നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം 10 പട്ടണങ്ങൾക്ക് അധിപൻ, 5 പട്ടണങ്ങൾക്ക് അധിപൻ എന്നുള്ള ആ ഒരു ദൈവം കൊടുക്കുന്ന ആധിപത്യം കാണാം. അത് ആർക്കാ കൊടുക്കുന്നത്? കർത്താവിന് ഈ ഭൂമിയിൽ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചതിൽ സേവ ചെയ്തവരാ. ദൈവം വിശ്വസ്തയോടെ സേവ ചെയ്തവരാ. അപ്പം ഇന്ന് നമ്മളെ സ്വർഗം ഏൽപ്പിക്കുന്ന മിഷൻ ഒരിക്കലും നമ്മുടെ മരണം കൊണ്ട് തീരുന്നത് പോലുമല്ല. അതെന്ന് നമുക്കത് ബൈബിളിൽ കൂടെ പഠിക്കാൻ പറ്റും. ദൈവത്തിന്റെ വിളിയൊന്നും ഒരു തലമുറ കൊണ്ടൊന്നും തീരുന്നല്ല. 1000 തലമുറ കഴിഞ്ഞാൽ പോലും തീരത്തില്ലെന്ന്. 1000 തലമുറ വരെ ദയ കാണിക്കുന്നു. ഇന്ന് ഇപ്പം ഫിലിപ്പ് പാസ്റ്റർ പൂനെയില, അവിടെ ബോംബെയിൽ പട്ടണത്തിലാണ് ഉള്ളത്. ബോംബെയിൽ പട്ടണത്തിന്റെ മീതെ ടെറിട്ടോറിയൽ അനോയിന്റിങ്ങിനകത്ത് പാസ്റ്ററിനെ നിർത്തിയിരിക്കുന്നെങ്കിൽ പാസ്റ്ററിനായിരിക്കും, വിശ്വസ്തരായിട്ട് നിൽക്കുന്നവർക്കായിരിക്കും സ്വർഗത്തില് ഈ ബോംബെയിലുള്ള സകലത്തെയും, ആ പട്ടണത്തിൽ ഉണ്ടായിരുന്ന സകലവരെ വാഴാനുള്ള റൈറ്റ് ആ പട്ടണം പാസ്റ്ററിനായിരിക്കും. പാസ്റ്ററെ ഇടയ്ക്ക് പറയാം കേട്ടോ, എന്നെപ്പോലെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാർ ബോംബെയിലുണ്ട്. അവരെല്ലാം നമുക്ക് ഇപ്പം ബോംബെയിൽ ഓരോ ഗല്ലിക്കും ഓരോ ദാതയുണ്ട് കേട്ടോ. നമുക്കൊക്കെ ഒരു ഗല്ലി മതി പാസ്റ്ററെ. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്നറിയാം, എനിക്കൊരു സ്നേഹിതൻ, ഒരു ദേവദാസൻ, പണ്ട് ഈ ബാന്ദ്ര ഏരിയയിൽ താമസിച്ചൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ നാട്ടിൽ വന്നപ്പോഴേ അദ്ദേഹത്തോട് അയൽവക്കത്തുകാരോ ബോംബെയെക്കുറിച്ച് അറിയാവുന്നവർ ചോദിച്ചു, പാസ്റ്റർ എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ബാന്ദ്രയിൽ അവിടെ, അത് ഖേർവാടി സിഗ്നലിൻ്റെ ഒക്കെ അടുത്ത ഖേർനഗറിൽ. അപ്പം കേട്ടോ, അയ്യോ അത് ഭയങ്കര സ്ഥലമാണല്ലോ, അവിടെയാണല്ലോ സച്ചിൻ തെണ്ടുൽക്കറുടെ വീട്, അവിടെയാണല്ലോ ബാൽ താക്കറയുടെ വീട്, അവിടെയൊക്കെ ഖേർനഗറില്ല അവരുടെയൊക്കെ വീട്. അപ്പം പാസ്റ്റർ പറഞ്ഞു അതിലൊക്കെ ഒരു വലിയ ആൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇദ്ദേഹം ചോദിച്ചു അതാരാന്ന് ചോദിച്ചു. സച്ചിൻ തെണ്ടുൽക്കറും ബാൽ താക്കറയും ഒക്കെ അല്ലാതെ അവിടെ വലിയ ആളാരാ? അപ്പം പുള്ളി പറഞ്ഞു അത് ഞാനാന്ന് പറഞ്ഞു. നിനക്കൊക്കെ ഇന്നത്തെ ആളുകളെ അറിയത്തുള്ളൂ, നാളെ ആ ദേശം ഭരിക്കാൻ പോകുന്നവനാ ഞാൻ. അതെ 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 ദൈവം ഏൽപ്പിച്ച വിശ്വസ്തരായിട്ടുള്ള ദൈവവൃത്യന്മാരുണ്ട് പക്ഷെ അതത് പട്ടണങ്ങളിലുണ്ട്. ഈ ഒത്തിരി ദൈവവൃത്യന്മാരുണ്ട് കേട്ടോ. ദൈവത്തിന്റെ ഒരു വലിയൊരു പ്രിൻസിപ്പിളാണ് ഈ വിശ്വസ്തന്മാരെന്നും ദൈവം ഈ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഭൂമി വെച്ചുകൊണ്ട് തന്നെ പ്രൊമോഷൻ തീരത്തുമില്ല. അല്പത്തി വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കുമെന്ന് പറയുന്നതിനകത്ത് ഇവിടം കൊണ്ട് തീരത്തില്ല. കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പോഴും 5 പട്ടണങ്ങൾക്ക് 2 പട്ടണങ്ങൾക്ക് അധിപനാക്കുന്നത് അവിശ്വസ്തനെയല്ല, ദൈവം വിശ്വസ്തന്മാരെ. പക്ഷെ കണ്ടിന്യൂ ചെയ്തു. കാരണം ഓരോ ദൈവം പട്ടണങ്ങൾക്ക് അധിപന്മാരായി നമ്മളെ ദൈവം യഹൂദന്മാരെ വിളിച്ച് 12 ഗോത്രങ്ങളെ വാഴാൻ അധികാരം കൊടുത്തെങ്കിൽ, കർത്താവ് പറഞ്ഞെങ്കിൽ, അത് വരാൻ പോകുന്ന കാര്യം സംഭവിച്ചെങ്കിൽ, നടക്കാൻ പോകുന്നെങ്കിൽ നമ്മുടെ ലൈഫിലും പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. വളരെ രസകരമാണ് ഈ എസ്കറ്റോളജി, ഭാവികാല ശാസ്ത്രം പഠിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇനി ഒത്തിരി കൊണ്ടുവരുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും പാസ്റ്റർ, നമ്മുടെ ഒരു കോമ്പിനേഷൻ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട കോമ്പിനേഷനായിരുന്നു. നമ്മൾ ആരാ കൂടുതൽ പറഞ്ഞത്, ആരാ ഇന്ന് സംസാരിച്ചു, ഇങ്ങനെയൊന്നും നമുക്കിടയിൽ ഒരു സങ്കടമോ വിഷമോ ഒന്നും കഴിഞ്ഞ 17 എപ്പിസോഡിൽ എനിക്കൊന്ന് ഇന്ന് ഞാനാണ് കൂടുതൽ സംസാരിച്ചത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പ് പാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്കും പഠിക്കാനുണ്ട് പക്ഷെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക. കാരണം ദൈവം നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചേക്കുന്ന മനസ്സിലാക്കി തരുന്ന ഓരോ ഏരിയയിലായിരിക്കും. കാരണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനുള്ള ഒരു ആഗ്രഹവും കൂടിയായിരുന്നു. സ്തോത്രം. നല്ല കോമ്പിനേഷൻ. എങ്ങനെയായാലും കർത്താവിന്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടണം, കർത്താവിന്റെ രാജ്യം നമ്മളിൽ കൂടെ വിസ്താരമാണ്. അതെ 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 നമുക്ക് ആ ഒരു ആഗ്രഹമുള്ളൂ. ദൈവരാജ്യത്തിന് അനുഗ്രഹമായി തീരുക. അപ്പോൾ കർത്താവ് അവൻ രാജാവായി വെളിപ്പെടുന്ന നാളുകളടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശ്രേഷ്ഠനാകുന്ന ദൈവദാസനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാസ്റ്റർ നമ്മൾ പാടുന്ന പാട്ടിൽ പോലും തിയോളജി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്ററെ അവൻ രാജാവായിട്ടാണോ വാനിൽ വെളിപ്പെടുന്നത്, അതോ സഭയെ ചേർക്കാൻ മണവാളനായിട്ടാണോ വെളിപ്പെടുന്നത്? അദ്ദേഹം കർത്താവിന്റെ രഹസ്യവരവിലെ കർത്താവിന്റെ രഹസ്യവരവിൽ അവൻ മണവാളനായിട്ട് വെളിപ്പെട്ട് സഭയെ കൊണ്ടുപോകുന്നു. അവൻ രാജാവായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്നു. അതാ ശരിക്കും കറക്റ്റ് തിയോളജി.
പക്ഷെ അതെ പാടുമ്പോൾ നമ്മൾ പറയും അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവൻ മണവാളനായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരുമെന്നാ പാടേണ്ടതെന്ന് പറഞ്ഞു. ആ ദേവദാസനൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചില സെഷൻസ് അദ്ദേഹം എടുക്കാമെന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനിടയായി തീർന്നു പാസ്റ്ററെ. ഈ പഠനം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും റോയ് പാസ്റ്ററും ഞാനും പാസ്റ്ററയിലാണെങ്കിൽ പാസ്റ്റർ ഫേവറേറ്റ് ഒത്തിരി സബ്ജക്ട്സ് ഉണ്ട്. സമാഗമന കൂടാരം കിടപ്പുണ്ട്, പിന്നെ ലേവിയായ യാഗങ്ങളുണ്ട് പാസ്റ്ററെ, ലേവിയാഗങ്ങളുണ്ട് പാസ്റ്ററെ. ലേവിയാഗങ്ങള്, ഫീസ്റ്റുകള്, ടൈം ആൻഡ് സീസൺ, ജൂബിലി ഇയർ, ഇങ്ങനെയൊക്കെയുള്ള പാസ്റ്ററുടെ മെയിനാണ് ജൂബിലി ഇയർ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊക്കെ ഇരിക്കാം. ദൈവം അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുക്കും. പാസ്റ്ററെ, എനിക്ക് ലേവിയായ യാഗങ്ങൾ, ഈ ഉത്സവങ്ങൾ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് കേട്ടോ. കാരണം ഉത്സവങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ എസ്കറ്റോളജി അതിനകത്തുണ്ട്. ഉത്സവങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 7 ഉത്സവങ്ങൾ, 7 സീസൺസ്. ആ 7 സീസൺസ് എങ്ങനെയാണ് പ്രവചനമായി മാറുന്നത്, കർത്താവിൻ്റെ ഭൂമിയിലെ ആദ്യത്തെ വരവ്, ഇനി കർത്താവിൻ്റെ മടങ്ങി വരവ്, അത് മുഴുവൻ ഈ ഉത്സവങ്ങൾക്കകത്തുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം അല്ലെങ്കിൽ സഭായുഗം. 7 ലേവ്യ ഉത്സവങ്ങൾ ശരിക്കും പഠിക്കണം. ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട് അത് കേട്ടോ. 7 ലേവ്യ ഉത്സവങ്ങൾ ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാക്കില്ല. അവർക്ക് എന്താണെന്നറിയാം, അവര് ഈ വിഷയങ്ങൾ ഇന്ന് കാലത്ത് ദൈവദാസന്മാർ വളരെ ചുരുക്കമാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ലേവ്യ യാഗങ്ങളോ സമാഗമന കൂടാരമോ ഈ നിഴൽ പൊരുൾ ടൈപ്പോളജിക്കൽ സ്റ്റഡി കൈകാര്യം ചെയ്യുന്ന ദേവദാസന്മാർ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഓർക്കും ഈ പുള്ളി ഏതാണ്ട് ദുരുപദേശം കൊണ്ടുവന്നെന്ന് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം അവർക്കത് ബൗൺസേഴ്സാണ്. എന്നാൽ പഴയ തലമുറ അങ്ങനെയല്ല പാസ്റ്റർ. എൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയാണ് എന്നെ വചനം പഠിപ്പിച്ചത്. അപ്പം പപ്പ പഠിപ്പിച്ചപ്പോൾ ഓൾഡ് സ്കൂളായിരുന്നു, വേദപുസ്തകമാണ് പഠിപ്പിച്ചത്. അപ്പോൾ വേദപുസ്തകം പഠിച്ചപ്പോൾ ഇതെല്ലാം പഠിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററെ, നമ്മുടെ ഒരു ഫൈനൽ സെഷനല്ലേ, ഈ സെഷൻ നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യണം. പാസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു വലിയ അനുഗ്രഹം കഴിഞ്ഞ 17 സെഷനിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊപ്പം ഒന്നിച്ചരിപ്പാൻ കഴിഞ്ഞു. പാസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ 17 സെഷൻസ്, പ്രത്യേകിച്ച് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രയേലിന്റെ യുദ്ധങ്ങളും ഇസ്രയേലിന്റെ ചരിത്രങ്ങളും കർത്താവേ അവരുടെ കൾച്ചറുകളും പല കാര്യങ്ങൾ കർത്താവേ ദൈവജനത്തിന് ദൈവസഭയ്ക്ക് അനുഗ്രഹമാകത്തക്ക രീതിയിൽ സംസാരിപ്പാൻ അടിയങ്ങളെയൊക്കെ രണ്ടുപേരെയും, പ്രിയ ഫിലിപ്പാസ്റ്ററിനെയും അടിയനെയും ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, അങ്ങയുടെ ജനം ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ വേരൂന്നി വളരാൻ ഉറപ്പും ധൈര്യവുമുള്ളവരായി കർത്താവെ അവർ വളരുവാൻ, ഞങ്ങളുടെ കർത്താവിനെ കർത്താവെ കൂടുതൽ അടുത്തറിയുവാൻ, യേശുവിനായിട്ട് ജീവിപ്പാൻ, ഞങ്ങളുടെ വരവിനായി ഒരുങ്ങുവാൻ ഇതെല്ലാം ഒരു കാരണമാകണമേ. കർത്താവെ, ഞങ്ങൾ ഇന്നും കേട്ടു അങ്ങയുടെ വരവിനുള്ള എല്ലാ അടയാളങ്ങളും നടന്നു. അങ്ങയുടെ വരവ് അടുത്ത വാതുക്കലാണ്. കർത്താവ് അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഒരിക്കൽ കൂടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഓരോ ദൈവജനവും, ഓരോ ഇത് കേൾക്കുന്ന ദൈവമക്കളും കർത്താവിന്റെ തിരുനാമത്തിലുള്ള യേശുവിന്റെ ചങ്കിലെ ചോരയാൽ ഞങ്ങളെ വീണ്ടെടുത്തതിൽ കൂടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും കാവലും അങ്ങയുടെ ജനത്തിലേക്ക് കർത്താവെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആസാദി ചാനലിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. പ്രിയ ഫിന്നിപ്പാസ്റ്ററിനെ, കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രിയ ദൈവസഭയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രിയ ദൈവസഭയുടെ മേൽ, ദൈവദാസന്റെ മേൽ, ഞങ്ങളുടെ പ്രേക്ഷകരുടെ മേൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരോരോരുത്തരും ഈ തലമുറയ്ക്ക് അനുഗ്രഹമാകട്ടെ. അത് കർത്താവേ അനേകരെ നേടുന്നവരാക്കി, ആത്മാക്കളെ നേടുന്നവരാക്കി, തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുന്നവരാക്കി ഞങ്ങളെ ഓരോരുത്തരും ഉപയോഗിക്കണേ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കൃപയും കഴിവും പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവാ ദൈവമേ, ഞങ്ങളെ അതിനുവേണ്ടി തലമുറയിൽ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമായി തീരുവാൻ, ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വമെല്ലാം ഞങ്ങളുടെ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. താങ്ക് യു. പാസ്റ്ററുടെ കൂടെ കഴിഞ്ഞ 17 ക്ലാസ്സുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റി. ഒത്തിരി നന്ദി. പ്രിൻസി പാസ്റ്ററിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും കർത്താവ് സഹായിച്ചു. പക്ഷേ താങ്ക് യു സോ മച്ച്. നമുക്ക് കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കാണാം. കർത്താവ് കൂടെ. അതെ പക്ഷേ വേഗത്തിൽ നമ്മുടെ ചില സെഷൻസ് പിന്നെ കൊണ്ടുവരാം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോട് നന്ദി പറയുക. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ
എല്ലാവർക്കും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. വിശ്വസ്തമായി നിൽക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.